ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സഹകാരി റേസ് പ്ലസിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മുടെ മിൽക്ക് കോൺസ്റ്റൻസിലെ ഇന്ന് പ്രധാനപ്പെട്ട ക്ലാസ് മേജർ മിൽക്ക് കോൺസ്റ്റൻസ് ആണ്. അപ്പോൾ നമ്മൾ ന്യൂട്രീറ്റീവ് വാല്യൂ ആയിട്ട് ബന്ധപ്പെടുത്തി വളരെ ചെറുതാക്കി ഈ പ്രധാനപ്പെട്ട കോൺസ്റ്റൻസും മേജറും മൈനറും എല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളെ സംബന്ധിച്ച് മേജർ കോൺസ്റ്റൻസിനെ കുറിച്ച് കൂടുതൽ ഔട്ട്ലൈൻസ് ഓഫ് ഡയറി ടെക്നോളജിയിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത ഏറെയാണ്. മാത്രമല്ല ഇതിനകത്ത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ ഇത് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കൂടി കേട്ടിരിക്കുക. നമ്മൾ 20% ഡിസ്കസ് ചെയ്ത ഭാഗമാണ്, പക്ഷേ എല്ലാം പുതുമയുള്ള ഭാഗമാണ്. നമുക്ക് അറിയുന്നുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് മനോഹരമായിട്ട് ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു മാർക്ക് ഉറപ്പിച്ച് പോകാൻ പറ്റും കേട്ടോ. മേജർ മിൽക്ക് കോൺസ്റ്റൻസ് ആണ്. ഇനി മൈനർ ഒരു ക്ലാസ് കൊണ്ട് വരും. അപ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഭാഗം ഫിസിക്കോ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ഒരു വലിയ ഭാഗം അല്ലേ, നമുക്ക് സാധാരണ ഒരു മാർക്കിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ഭാഗം നമുക്ക് പൂർണ്ണമായിട്ട് നമ്മൾ കവർ ചെയ്ത് കഴിയും. ഓക്കെയാണ് പറഞ്ഞേ. അപ്പോൾ നമ്മൾ വാട്ടറിനെ കുറിച്ച് നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താണ് വാട്ടർ എന്ന് പറയുന്നത്? മിൽക്കിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതലുള്ള മേജർ കോൺസ്റ്റന്റ് വാട്ടർ എന്ന് പറയുന്നത് അല്ലേ. സോ വാട്ടർ കോൺസ്റ്റൻസ് ദ മീഡിയം ഇൻ വിച്ച് ദ അതർ മിൽക്ക് കോൺസ്റ്റൻസ് ആർ ഐദർ ഡിസോൾഡ് ഓർ സസ്പെൻഡഡ്. നമ്മൾ നേരത്തെ പഠിച്ച കാര്യം തന്നെയാണ്. അതായത് മിൽക്ക് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് മിൽക്ക് എന്ന് പറഞ്ഞാൽ? മിൽക്ക് എന്ന് പറഞ്ഞാൽ ഫാറ്റിന്റെ ഓയിൽ ഇൻ വാട്ടർ എമൽഷനും അതുപോലെ പ്രോട്ടീനുകളുടെ ഒരു കൊളോയിഡൽ സസ്പെൻഷനുമാണ് അല്ലേ. അതിനുശേഷം വരുന്നത് മറ്റുള്ള പാർട്ടിക്കിൾസ് ഡിസോൾഡ് ആയിട്ട്, അതായത് നമുക്ക് സോളിബിൾ ആയിട്ടുള്ള ഡിസോൾഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസും പിന്നെ സസ്പെൻഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസും കിട്ടുന്നു. അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മീഡിയം ഏതാണ് മക്കളെ? വാട്ടർ ആണ്. നമുക്ക് അറിയുന്ന കാര്യമാണ്. നമുക്ക് അവിടെ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട കാര്യമല്ല, നമുക്ക് അറിയുന്ന കാര്യമാണ്. മോസ്റ്റ് ഓഫ് ഇറ്റ് ഈസ് ഫ്രീ ആൻഡ് ഓൺലി എ വെരി സ്മാൾ പോർഷൻ ഈസ് ബൗണ്ട് ഫോം അല്ലേ. അതായത് മിക്കവാറും ഇതിനകത്തുള്ള സംഗതികൾ, അതായത് ഐദർ ഡിസോൾഡ് ആണെങ്കിലും സസ്പെൻഡ് ആണെങ്കിലും അതെല്ലാം ഫ്രീ ഫോമിലാണ് കാണപ്പെടുന്നത്. ബാക്കിയുള്ളതെല്ലാം എങ്ങനെയാണ്? ബൗണ്ട് ഫോം അല്ലേ, ബൈൻഡ് ചെയ്യപ്പെട്ട ഫോമിലാണ് കാണപ്പെടുന്നത്. അപ്പൊ ആരൊക്കെയാണ് ബൈൻഡ് ചെയ്യുന്നത് നോക്കാം. ബൗണ്ട് ബൈ മിൽക്ക് പ്രോട്ടീൻസ് ആൻഡ് ഫോസ്ഫോലിപ്പിഡ്സ് എക്സെട്ര. അപ്പൊ ഇതാണ് നമുക്ക് വാട്ടറിന്റെ ഒരു സ്ഥാനം എന്ന് പറയുന്നത് മിൽക്കിൽ. വളരെ കുറച്ച് മാത്രമേ മനസ്സിലാക്കാനുള്ളൂ, വളരെ കുറച്ച് മാത്രം. ഒന്നുകൂടെ നോക്കാം. വാട്ടർ കോൺസ്റ്റിറ്റ്യൂട്ട്സ് ദ മീഡിയം ഇൻ വിച്ച് ദ അതർ മിൽക്ക് കോൺസ്റ്റൻസ് ആർ ഐദർ ഡിസോൾഡ് ഓർ സസ്പെൻഡഡ്. ആൻഡ് സാധാരണ അതിനകത്ത് പ്രധാനമായിട്ടും ഒന്നുകിൽ ഫ്രീ ഫോമിലോ അല്ലെങ്കിൽ ബൈൻഡ് ഫോമിലോ കാണപ്പെടും. എന്തൊക്കെയാ ബൈൻഡിങ് ചെയ്യുന്നത്? പ്രധാനമായും പ്രോട്ടീൻ അല്ലെങ്കിൽ ഫോസ്ഫോലിപ്പിഡൊക്കെയാണ് ഇതിനെ ബൈൻഡ് ചെയ്ത് നിർത്തുന്നത്. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് നോക്കാൻ പറ്റുന്നത് എന്താണ്? മിൽക്ക് ഫാറ്റ് ആണ് മക്കൾ. എന്താണ് മിൽക്ക് ഫാറ്റ്? മിൽക്ക് ഫാറ്റ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലേ. എന്താണ് മിൽക്ക് ഫാറ്റിന് ഒരുപാട് പ്രയോജനങ്ങൾ പഠിച്ചു അല്ലേ. എന്നാൽ പ്രധാനമായിട്ട് ഫ്ലേവർ കൊടുക്കുന്നത് മിൽക്ക് ഫാറ്റ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഇറ്റ്സ് എ ഗുഡ് സോഴ്സ് ഓഫ് എനർജി എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇവിടെ നമുക്ക് അധികമായിട്ട് പഠിക്കാനുള്ളത് മിൽക്ക് ഫാറ്റിന്റെ ലെയർ, അതിന്റെ ജസ്റ്റ് കോമ്പോസിഷൻ ഒക്കെയാണ്. നോക്കാം എന്തായാലും. ദ ബൾക്ക് ഓഫ് മിൽക്ക് ഫാറ്റ് ഇൻ മിൽക്ക് എക്സിസ്റ്റ് ഇൻ ദ ഫോം ഓഫ് സ്മാൾ ഗ്ലോബ്യൂൾസ് അല്ലേ. മിൽക്ക് ഫാറ്റിലുള്ള മിൽക്ക് മാക്സിമം എന്താണ്? ചെറിയ ഗ്ലോബ്യൂൾസ് ആയിട്ടാണ് നിലനിൽക്കുന്നത് നമുക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് എന്താണ് വെറുതെ അതൊന്ന് അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് വെച്ചിരിക്കുമ്പോഴത്തേക്ക് അത് മുകളിലോട്ട് പൊന്തി വന്ന് ഫ്ലോക്കുലേറ്റ് ചെയ്ത് വലിയ എന്തായിട്ട് മാറുന്നത്? ഗ്ലോബ്യൂൾസ് ആയിട്ട് മാറുന്നത് അല്ലേ. വെച്ച് എത്രയൊക്കെയാണ് നോക്കാം. 2 മുതൽ 5 മൈക്രോൺ വരെയാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു ആവറേജ് സൈസ് എന്ന് പറയുന്നത്. എത്രയാണ് മക്കളെ? എത്രയാണ്? 2 മുതൽ 5 മൈക്രോൺസ് ആണ്. അതുപോലെ അതിന്റെ റേഞ്ച്, ഏറ്റവും ചെറിയ ഗ്ലോബ്യൂൾ എത്ര സൈസ് വരും? റേഞ്ച് ഫ്രം 0.1 to 22 മൈക്രോൺസ് അല്ലേ. ഏറ്റവും വലുത് 22 മൈക്രോണിലേക്ക് വരും. അതുപോലെ ഏറ്റവും ചെറുത് എത്ര? 0.1 അല്ലേ. ഇതാണ് നമ്മുടെ റേഞ്ച്, നമ്മുടെ സുകുമാരുടെ പറയുന്ന റേഞ്ച്. ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം കേട്ടോ. ഓക്കെ. അപ്രോക്സിമേറ്റ്ലി ആവറേജ് സൈസ് എത്ര? 2 മുതൽ 5 മൈക്രോൺസ്. അതിന്റെ റേഞ്ച് എത്ര വരുന്നുണ്ട്? 0.1 to 22 മൈക്രോൺസ് വരുന്നുണ്ട് കേട്ടോ. ദിസ് ഈസ് ആൻ ഓയിൽ ഇൻ വാട്ടർ എമൽഷൻ. നമുക്കറിയാവുന്ന കാര്യമാണ്. കാര്യം എന്താ? ഓയിൽ ഇൻ വാട്ടർ എമൽഷൻ അല്ലേ. ഓയിൽ ഇൻ വാട്ടർ എമൽഷൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? നമുക്ക് ഒരു കുപ്പിയിൽ വെള്ളം എടുത്തതിന് ശേഷം നമ്മൾ അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അത് മിക്സ് ആവത്തില്ല. നമ്മൾ ഏതെങ്കിലും എമൽസിഫൈൻ ഏജന്റ് ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ നന്നായിട്ട് ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എമൽഷൻ കാണാൻ പറ്റും അല്ലേ. ഒരു ക്ലൗഡി ആയിട്ടുള്ള എമൽഷൻ കാണാൻ പറ്റും. യെസ്, ലൈക്ക് ദാറ്റ്. അപ്പോൾ അതുപോലെയുള്ള ഒരു ഓയിൽ ഇൻ വാട്ടർ എമൽഷൻ ആണ്. വാട്ടർ ഇൻ ഓയിൽ എമൽഷൻ അല്ല. മനസ്സിലായില്ലേ? അതായത് ഓയിൽ ഇൻ വാട്ടർ എമൽഷൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഫേസ് മസ്റ്റ് ബി എന്ത്? വാട്ടർ അല്ലേ. വാട്ടർ ആയിരിക്കും എന്ത്? കണ്ടിന്യൂസ് ഫേസ്. അതേസമയം വാട്ടർ ഇൻ ഓയിൽ എമൽഷൻ എന്ന് പറഞ്ഞാൽ എന്നതാ? നേരെ തിരിച്ച്. ഒരു കുപ്പി വെള്ളത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് എണ്ണ എടുത്തിട്ട് അതിൽ വെള്ളം 1 സ്പൂൺ 2 സ്പൂൺ ഒഴിച്ചതിന് ശേഷം അതിനെ എമൽസിഫൈ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? എമൽഷൻ ആക്കുകയാണെങ്കിൽ അത് വാട്ടർ ഇൻ ഓയിൽ എമൽഷൻ എന്ന് പറയും. ഇത് ശ്രദ്ധിക്കണം, മാറിപ്പോകരുത്. ഇതൊരു ഓയിൽ ഇൻ വാട്ടർ എമൽഷൻ ആണ്. എന്താണ്? ഓയിൽ ഇൻ വാട്ടർ എമൽഷൻ ആണ്. അപ്പോൾ ഇതെടുക്കുമ്പോൾ ഇതിന്റെ കണ്ടിന്യൂസ് ഫേസ് ഏതാണ്? വാട്ടർ ആണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കുക. നമുക്ക് അറിയാവുന്ന കാര്യമാണ്, കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. ഓക്കെ. ഇത് നോക്കാം. ദ സർഫസ് ഓഫ് ദീസ് ഫാറ്റ് ഗ്ലോബ്യൂൾസ് ഈസ് കോട്ടഡ് വിത്ത് ആൻ അബ്സോർബന്റ് ലെയർ ഓഫ് മെറ്റീരിയൽ കോമൺലി നോൺ ആസ് എ ഫാറ്റ് ഗ്ലോബ്യൂൾ മെമ്പറൈൻ. FGB എന്ന് അതിനെ ചുരുക്കപ്പേര് പറയും കേട്ടോ. FGB എന്ന് ചുരുക്കപ്പേര് പറയും. എന്താണ്? ഫാറ്റ് ഗ്ലോബ്യൂൾ മെമ്പറൈൻ. ഓക്കെ. ഇതിന്റെ സർഫസ് എങ്ങനെയാണ്? ഒന്നും എടുത്ത് പറയാം. ഇതൊരു ഫാറ്റ് ഗ്ലോബ്യൂൾ ആണ്. ഗ്ലോബ്യൂൾ എന്ന് പറയുമ്പോൾ
ഉരുണ്ടിരിക്കുന്നല്ലേ, ഗ്ലോബിന്റെ സൈസ് ഇരിക്കുന്നല്ലേ, നമുക്ക് നഗ്നനേത്രങ്ങൾ കാണാൻ പറ്റത്തില്ല. കാര്യം എന്താ? അതിന്റെ സൈസ് ഇത്രയും ചെറുതാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഉരുണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ എന്തുണ്ടാകും മക്കളെ? അതിനെ കവർ ചെയ്തൊരു അഡ്സോർബ്ഡ് ലെയർ അതിന്റെ ചുറ്റാകെ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. ഇല്ലേടാ? ഉണ്ട് അല്ലേ. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു അഡ്സോർബ്ഡ് ലെയർ ഓഫ് മെറ്റീരിയൽ കാണപ്പെടുന്നുണ്ട്. അതിന് നമ്മൾ FGB എന്ന് പറയുന്നതാണ്, ഫാറ്റ് ഗ്ലോബ്യൂൾ മെമ്പറൈൻ എന്ന് പറയുന്നു. എന്താണ്? ഫാറ്റ് ഗ്ലോബ്യൂൾ മെമ്പറൈൻ എന്ന് പറയുന്നു. ഓക്കെ. അപ്പോൾ നമുക്ക് എമൽസിഫിക്കേഷൻ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എമൽസിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ഈ FGBയെ ബ്രേക്ക് ചെയ്യുന്നത് അല്ലേ. അതായത് നോക്കാം എത്ര 22 മൈക്രോൺ സൈസ് ഉള്ളതും 5 മൈക്രോൺ സൈസ് ഉള്ള എല്ലാ ഫാറ്റ് ഗ്ലോബ്യൂളിന്റെയും മുകളിൽ എന്തുണ്ടാവും? ഈ പറഞ്ഞ FGB ഉണ്ടായിരിക്കും. അപ്പോൾ ചെറിയ ഒരു സുഷിരത്തിലൂടെ, ഇതിന് ഏറ്റവും താഴെയുള്ള 2 മൈക്രോൺ എന്ന സുഷിരത്തിലൂടെ നമ്മൾ കടത്തിവിടുന്ന സമയത്ത് എന്ത് സംഭവിക്കും? വളരെ ഫോഴ്സ്ഫുള്ളി കടത്തിവിടുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ പറഞ്ഞ എല്ലാ ഗ്ലോബ്യൂളും ബ്രേക്ക് ഡൗൺ ആവും അല്ലേ. ഈ ബ്രേക്ക് ഡൗൺ ആകുമ്പോൾ എന്ത് സംഭവിക്കുക? ഓഫ്കോഴ്സ് എന്ത് സംഭവിക്കും? അതിന്റെ സർഫസ് ഏരിയ വർദ്ധിക്കും അല്ലേ. ഇത്രയേ ഉള്ളൂ. 22 മൈക്രോൺ ഉള്ള ഈ ഒരു ഫാറ്റ് ഗ്ലോബ്യൂളിനെ നമ്മൾ 10 എണ്ണമാക്കി വർദ്ധിപ്പിക്കുമ്പോഴത്തേക്ക് അതിന്റെ എന്ത് സംഭവിക്കും? അതിന്റെ സർഫസ് ഏരിയ വർദ്ധിക്കും. അപ്പോൾ അവിടെ റീകമ്പൈൻഡ് മെമ്പറൈൻ ഉണ്ടാവും. ഇതെല്ലാം എമൽസിഫിക്കേഷൻ പറയാൻ പഠിപ്പിച്ചു തരാം. എന്തായാലും ഇത് മനസ്സിലാക്കി വെക്കുക. എന്താണ് FGB എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫാറ്റ് ഗ്ലോബ്യൂൾ മെമ്പറൈൻ എന്ന് പറയുന്ന ഒരു അഡ്സോർബ്ഡ് ലെയർ കൊണ്ട് ഓരോ ഫാറ്റ് ഗ്ലോബ്യൂളിന്റെയും പുറം ഭാഗം കവർ ചെയ്യപ്പെട്ടിരിക്കുന്നു. മറന്നുപോലെ കേട്ടോ. ഓക്കെ, നോക്കാം. ദിസ് മെമ്പറൈൻ കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെയുണ്ട്? ഫോസ്ഫോലിപ്പിഡ്സ് ആൻഡ് പ്രോട്ടീൻസ്. ഒരുപാട് സാധനങ്ങളുണ്ട്, നമുക്ക് വളരെ ഡീറ്റെയിൽഡ് പഠിക്കാനില്ല. ഇത്ര മാത്രം പഠിച്ചാൽ മതി. ഈ ലെവലിലോട്ട് ക്വസ്റ്റ്യൻസ് വരാറുമില്ല. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഈ മെമ്പറൈനിൽ? എന്തുണ്ട്? ഫോസ്ഫോലിപ്പിഡുകളും പ്രോട്ടീനുകളും ചേർന്നിട്ടാണ് എന്തുള്ളത്? നമ്മുടെ ഈ പറഞ്ഞ FGB അല്ലെങ്കിൽ ഫാറ്റ് ഗ്ലോബ്യൂൾ മെമ്പറൈൻ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓർത്തു വയ്ക്കുക. ഓക്കെയാണ്? ഓക്കെ അല്ലേ? എന്താണ് ഒന്ന് നോക്കാം. എന്താണ് ഈ മെമ്പറൈൻ? FGB എന്ന് പറയുന്ന സാധനം ഫോസ്ഫോലിപ്പിഡ്സും ഉണ്ട്, പ്രോട്ടീൻസും ഉണ്ട്. അതെങ്ങനെ? വെറുതെ അല്ല, ഇൻ ദ ഫോം ഓഫ് കോംപ്ലക്സ് ആൻഡ് സ്റ്റെബിലൈസസ് ദ ഫാറ്റ് എമൽഷൻ. ഇതൊരു കോംപ്ലക്സ് ആയിട്ടാണ് കാണപ്പെടുന്നത് അല്ലേ. ഒരു കോംപ്ലക്സ് ആയിട്ട് കാണപ്പെടുന്നു. അതെന്ത് ചെയ്യുന്നുണ്ട്? ഫാറ്റ് എമൽഷനെ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തുകയും ചെയ്യുന്നുണ്ട്. എന്ത്? ഈ പറഞ്ഞ FGB അല്ലെങ്കിൽ ഫാറ്റ് ഗ്ലോബ്യൂൾ മെമ്പറൈൻ. ഓക്കെ ആണോ? അതായത് ഫ്ലോക്കുലേഷനോ കൊയലസൻസിനൊക്കെ പ്രിവെന്റ് ചെയ്യുന്ന സാധനമാണ് FGB എന്ന് പറയുന്നത്. ഓക്കെ, ഫ്ലോക്കുലേഷനും കൊയലസൻസും പഠിപ്പിക്കുന്ന സമയത്ത് പറഞ്ഞുതരാം. അതായത് ഫ്ലോക്കുലേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നിലധികം ഫാറ്റ് ഗ്ലോബ്യൂൾസ് അടുത്തടുത്തിരുന്ന് ഒരു ഫ്ലോക്ക് ആയിട്ട് മാറുന്നതാണ് ഫ്ലോക്കുലേഷൻ. കൊയലസൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ FGBയുടെ സാന്ദ്രത നഷ്ടപ്പെട്ടിട്ട് അത് ലൂസാവും. അത് ലൂസായിട്ട് ഒരുമിച്ച് ചെയ്യുന്ന കൊയലസൻസ്. അപ്പൊ അതൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ എന്താ പഠിച്ചത്? ഇതിന്റെ സർഫസ് അല്ലേ, ഓരോ ഫാറ്റ് ഗ്ലോബ്യൂളിന്റെ സർഫസ് ഫാറ്റ് ഗ്ലോബ്യൂൾ മെമ്പറൈൻ കൊണ്ട് കവർ ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇതൊരു അഡ്സോർബ്ഡ് ലെയർ ഓഫ് മെറ്റീരിയൽ ആണ് അല്ലേ. ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? ഫോസ്ഫോലിപ്പിഡും പ്രോട്ടീനും ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ദ മെമ്പറൈൻ പ്രിവെന്റ്സ് ദ ഫാറ്റ് ഗ്ലോബ്യൂൾ ഫ്രം കൊയാലസിംഗ് ബട്ട് കീപ്സ് സെപ്പറേറ്റഡ് ഫ്രം വൺ അനദർ അല്ലേ. കണ്ടോ? കൊയാലസിംഗിൽ നിന്ന് പ്രിവെന്റ് ചെയ്യുന്നു. എന്താണ്? കൊയാലസിംഗിൽ നിന്ന് പ്രിവെന്റ് ചെയ്യുന്നു. കൊയാലസിംഗ് അതായത് ഒരുമിച്ച് കൂടിച്ചേർന്ന് ഒന്നായി മാറുന്നതിൽ നിന്ന് പ്രിവെന്റ് ചെയ്യുന്നു. എന്ത്? ഫാറ്റ് ഗ്ലോബ്യൂൾ മെമ്പറൈൻ അല്ലേ. അതുപോലെ ദ എമൽഷൻ മേ ഹവർ ബി ബ്രോക്കൺ ബൈ അജിറ്റേഷൻ അറ്റ് ലോ ടെമ്പറേച്ചർ, ഹീറ്റിംഗ്, ഫ്രീസിംഗ് എക്സെട്ര. അപ്പോൾ ഈ എമൽഷൻ നമുക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അജിറ്റേഷൻ അറ്റ് ലോ ടെമ്പറേച്ചർ, മത്ത് കടയുന്ന പരിപാടി. മനസ്സിലായോ എന്താണെന്നുള്ള കാര്യം? എടാ, നമ്മള് ക്രീം സെപ്പറേഷൻ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ, നമ്മൾ ഗീ ഉണ്ടാക്കൂലേ, വെണ്ണ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? തണുത്ത തൈരിലാണ് നമ്മൾ അജിറ്റേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഈ പറഞ്ഞ ഫാറ്റ് ഗ്ലോബ്യൂൾസിനെ വേർതിരിക്കുന്നത് അല്ലേ. അപ്പോൾ അത് മനസ്സിലായി. എപ്പോഴൊക്കെയാണ് നമുക്കിത് വ്യത്യാസപ്പെടുത്താൻ പറ്റുക? ഒന്ന് അജിറ്റേഷൻ അറ്റ് ലോ ടെമ്പറേച്ചർ, അതുപോലെ ഹീറ്റിംഗ്, ചൂടാക്കുന്ന സമയത്ത് നമുക്ക് മുകളിൽ നിന്നുള്ള പാട മാത്രം മാറ്റിയെടുത്തതിന് ശേഷം അത് നമ്മൾ തൈരാക്കിയിട്ട് കടഞ്ഞെടുത്താൽ നമുക്ക് നെയ്യ് കിട്ടത്തില്ലേടാ? കിട്ടുമല്ലേ. അപ്പോൾ എന്താ? ഹീറ്റിംഗ് സമയത്ത് എന്താണ് ഈ പറഞ്ഞ ഈ സാധനം എന്താണ്? നമ്മുടെ ഇമൽഷൻ പൊട്ടിപ്പോകാനുള്ള, ഇമൽഷൻ മാറാനുള്ള സാധ്യതയുണ്ടല്ലേ. അതേസമയം നമ്മൾ ഹീറ്റിങ്ങിന്റെ കൂടെ അജിറ്റേഷൻ കൂടെ ചെയ്ത് നടക്കുമോ? ഇല്ല. ചൂടിന്റെ കൂടെ നമ്മൾ ഇളക്കുകയും കൂടെ ചെയ്താൽ ഇത് നടക്കില്ല കേട്ടോ. അതുപോലെ ഫ്രീസിങ്, നമ്മൾ ഈ പറഞ്ഞ പാല് കുറച്ച് നമ്മൾ ഫ്രീസിന് വേണ്ടി വെച്ച് തണുപ്പാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ ഫ്രീസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ മിൽക്കിന്റെ ഇമൽഷൻ ബ്രേക്ക് ആവാൻ സാധ്യതയുണ്ട്. നമുക്ക് അതിന്റെ മുകളിൽ ക്രീമി ലെയർ കിട്ടാൻ സാധ്യതയുണ്ട് അല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എമൽഷൻ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ when milk is held undisturbed the fat globules tend to rise to the surface to form a creamy layer അല്ലേ. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. മിൽക്ക് അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് വെച്ചിരിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ഫാറ്റ് ഗ്ലോബ്യൂൾസ് മുകളിലേക്ക് ഉയർന്നു വരാനും മുകളിൽ ഒരു ക്രീമി ലെയർ ഉണ്ടാകാനുമുള്ള സാധ്യതയല്ല, ഉറപ്പായിട്ടും അങ്ങനെ സംഭവിക്കും അല്ലേ. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിന്റെ കാരണം നേരത്തെ പറഞ്ഞതാണ്. എന്താണ് കാരണം? ബോയൻസി പ്രിൻസിപ്പിളൊക്കെ നമ്മൾ പഠിച്ചാണല്ലേ. അല്ലെങ്കിൽ എന്താണ്? വെള്ളത്തിൽ നമ്മൾ തടിക്കഷ്ണം ഇട്ടാൽ പൊന്തി വരത്തില്ലടാ, വെയിറ്റ് ചെയ്ത തടിക്കഷ്ണം പൊന്തി വരും. അതേപോലെ തന്നെയാണ് സാന്ദ്രതയിലുള്ള വ്യത്യാസം മൂലം വെള്ളത്തിൽ നിന്നും അല്ലെങ്കിൽ മിൽക്കിൽ നിന്നും നമ്മുടെ ഈ പറഞ്ഞ ഫാറ്റ് ഗ്ലോബ്യൂൾസ് ഉയർന്നു വരുന്നതിന്റെ കാരണം. ഓക്കെ, അപ്പൊ ഇതാണ് മിൽക്ക് ഫാറ്റിനെ കുറിച്ച് പറയാനുള്ളത്. കഴിഞ്ഞില്ല.
The thickest cream layer is secured from milks which have a higher fat content and relatively large fat globules. അല്ലേ, നമുക്ക് ഒരു ഉദാഹരണം പറഞ്ഞിരിക്കുന്നു. തിക്കസ്റ്റ് ക്രീം ലെയർ എവിടെ നിന്നാണ് കിട്ടുന്നത്? കൂടുതൽ ഫാറ്റ് കണ്ടന്റും അതുപോലെ റിലേറ്റീവ്ലി ലാർജ് ഫാറ്റ് ഗ്ലോബ്യൂൾസും ഉള്ള മിൽക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ക്രീമി ലെയർ വളരെ തിക്കായിട്ടുള്ള ക്രീം ലെയർ ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഉദാഹരണം എന്താണ്? സച്ച് ആസ് ബഫലോസ് മിൽക്ക് വെൻ കമ്പയർഡ് വിത്ത് കൗസ് മിൽക്ക്. സുകുമാരുടെ ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ബഫലോസ് മിൽക്കിന് കിട്ടുന്നത് കൂടുതൽ തിക്കായിട്ടുള്ള ക്രീം ലെയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താടാ, ബഫലോ മിൽക്കിൽ നോർമലി എന്താണ് ഉള്ള ഫാറ്റ് പെർസെൻറ്റേജ് വളരെ കൂടുതലാണ് അല്ലേ, ഫാറ്റ് പെർസെൻറ്റേജ് കൂടുതലാണ്. ശരി, ഓക്കെ, നോക്കാം. ഈ പോയിന്റ് മനസ്സിലാക്കി വെച്ചോണേ, കാരണം പ്രസ്താവന ചോദിക്കാൻ പറ്റുന്ന പോയിന്റാണ്. ഞാൻ ചോദ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ദ തിക്കസ്റ്റ് ലെയർ ഓഫ് ക്രീം അല്ലേ, തിക്കസ്റ്റ് ലെയർ ക്രീം ഈസ് സെക്യൂർഡ് ഫ്രം മിൽക്സ് വിച്ച് ഹാവ് എ ഹയർ ഫാറ്റ് കണ്ടന്റ് ആൻഡ് റിലേറ്റീവ്ലി ലാർജർ ഫാറ്റ് ഗ്ലോബ്യൂൾസ്. ഒന്നുകൂടെ നോക്കുക, എന്താണ്? കൂടുതൽ ഫാറ്റ് പെർസെൻറ്റേജ് ഉള്ള മിൽക്ക് ആണെങ്കിൽ, അതുപോലെ അതിനകത്തുള്ള ഫാറ്റ് ഗ്ലോബ്യൂൾസ് താരതമ്യേന വലുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ക്രീം ലെയർ എന്തായിരിക്കും? വളരെ കട്ടിയുള്ള ക്രീം ലെയർ ആയിരിക്കും. ഇത്രയേ ഉള്ളൂ കാര്യം, സിമ്പിളാണ്. ഓക്കെ, അതുപോലെ കെമിക്കലി മിൽക്ക് ഫാറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് എ നമ്പർ ഓഫ് ഗ്ലിസറൈഡ് എസ്റ്റേഴ്സ് ഓഫ് ഫാറ്റി ആസിഡ്സ്. നോക്ക്, കെമിക്കലി നമ്മുടെ ഈ പറഞ്ഞ മിൽക്ക് ഫാറ്റ് എന്തുകൊണ്ടാണ്? പ്രധാനമായിട്ടും ഒരുപാട് എന്താണ് എസ്റ്റേഴ്സ്, ഗ്ലിസറൈഡ് എസ്റ്റേഴ്സ് ഓഫ് ഫാറ്റി ആസിഡ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അല്ലേ. അപ്പൊ നോക്കാം, നമ്മളിതിനെ ഹൈഡ്രോളിസ് ചെയ്യുമ്പോൾ മിൽക്ക് ഫാറ്റ് ഫർണിഷസ് എ മിക്സ്ചർ ഓഫ് ഫാറ്റി ആസിഡ്സ് ആൻഡ് ഗ്ലിസറോൾ. ഇതുകൊണ്ടാണ് പറയുന്നത് എന്താണ് ഗ്ലിസറൈഡ് എസ്റ്റേഴ്സ് ഓഫ് ഫാറ്റി ആസിഡ്സ് കൊണ്ടാണ് ഇതിനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന്. ഓക്കെ ആണ് പറഞ്ഞത്. ഇനി മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. നമ്മുടെ മിൽക്ക് ഫാറ്റിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള ഒരു മെൽറ്റിംഗ് പോയിന്റ് ഇല്ല. കൃത്യമായ ഒരു മെൽറ്റിംഗ് പോയിന്റ് ഇല്ല. കാരണം നിങ്ങൾ മിൽക്ക് ഫാറ്റ് ചൂടാക്കി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആദ്യം മിൽക്ക് ഫാറ്റ് ഒരുമിച്ചല്ല മെൽറ്റ് ആകുന്നത്. അതിനിടയ്ക്കുള്ള പാർട്ടിക്കിൾസ് ആദ്യം മെൽറ്റ് ആവും, പിന്നെ ഗ്രാനുൾസ് ആയിട്ട് കിടക്കും, അത് പിന്നെ മെൽറ്റ് ആവും അല്ലേ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അന്തരീക്ഷ ഊഷ്മാവിൽ ഒരു ഫാറ്റിൽ എന്തോ ലിപ്പിഡ് അത് സോളിഡ് ആയിട്ട് എന്താണ് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ. അതേസമയം അത് ലിക്വിഡ് ആയിട്ടിരുന്നാൽ അത് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, പണ്ട് തൊട്ടേ പഠിച്ചിട്ടുള്ള കാര്യം. അപ്പോൾ ഇതിനകത്ത് എന്തുണ്ട്? ഇതിന് രണ്ടും ഉണ്ടല്ലേ, ഇതെല്ലാം കൂടെ ഒരു മിക്സ്ചർ ആയിട്ടാണ് വരുന്നത് അല്ലേ. എന്താണ്? ദാറ്റ് മിൽക്ക് ഫാറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് ട്രൂ ഫാറ്റ്സ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഫ്രം ദാറ്റ് ഇറ്റ് ഹാസ് നോ ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് അല്ലേ. അതിനൊരു വ്യക്തമായിട്ടുള്ള ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം എന്താണ്, ഇതൊരു മിക്സ്ചർ ഓഫ് ഫാറ്റുകളാണ്, ട്രൂ ഫാറ്റ്, കുറേ ട്രൂ ഫാറ്റുകളുടെ ഒരു മിക്സ്ചർ ആണ് മിൽക്ക് ഫാറ്റ് എന്നുള്ള കാര്യം നമ്മൾ ഇവിടെ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ നോക്കുക, ഇത് ചോദിക്കാൻ പറ്റുന്ന വരിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. ഞാൻ ചോദിക്കും, അപ്പോൾ അസേർഷൻ റീസണിങ് ചോദിക്കും. ഇത് കൃത്യമായിട്ട് ഇവിടെ മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് ആ സമയത്ത് ഉത്തരം പറയാൻ പറ്റും. ഓക്കെ, ദ ഫാറ്റി ആസിഡ്സ് ആർ സാച്ചുറേറ്റഡ് ഓർ അൺസാച്ചുറേറ്റഡ്, എന്തോ ആയിക്കോട്ടെ. സാച്ചുറേറ്റഡും ഉണ്ട്, അൺസാച്ചുറേറ്റഡും ഉണ്ട്, സാച്ചുറേറ്റഡും ഉണ്ട്, അൺസാച്ചുറേറ്റഡും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കറിയാം, സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ അത് എങ്ങനെ ഇരിക്കുവാടാ? കട്ടിയായിരിക്കും അല്ലേ. കട്ടിയായിരിക്കും വെച്ചാൽ എന്താണ്? സോളിഡ് ആയിരിക്കും റൂം ടെമ്പറേച്ചറിൽ. അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആണെങ്കിലോ അത് ലിക്വിഡ് ആയിരിക്കും. ഓക്കെയാണ് പറഞ്ഞ ഓയിലുകൾ, മിക്കവാറുള്ള വെജിറ്റബിൾ ഓയിൽസ് എല്ലാം എന്താണ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ നോക്കാം. കെമിക്കലി മിൽക്ക് ഫാറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് എ നമ്പർ ഓഫ് ഗ്ലിസറൈഡ് എസ്റ്റേഴ്സ് ഓഫ് ഫാറ്റി ആസിഡ്സ് അല്ലെ. ഹൈഡ്രോളിസ് ചെയ്യുമ്പോൾ എന്താ കിട്ടുമോടാ? നമുക്ക് എന്താ കിട്ടുന്നത്? സാധാരണ മിക്സ്ചർ ഓഫ് ഫാറ്റി ആസിഡ്സ് ആണ് ഗ്ലിസറോൾ ആണ് കിട്ടുന്നത്. അതുപോലെ എന്താണ് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും, വ്യക്തമായൊരു കൃത്യമായൊരു മെൽറ്റിംഗ് പോയിന്റ്, ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്, ഇല്ലെന്ന് പറഞ്ഞില്ല, ഷാർപ്പ് അല്ല അത്. മനസ്സിലായോ? ചെറിയ വേരിയേഷൻസിലായിരിക്കും മെൽറ്റിംഗ് വേരിയസ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് സംഭവിക്കുന്നത്. നിങ്ങൾ ഗീ ചൂടാക്കിയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ആദ്യം ഒരു ഭാഗം മെൽറ്റായി അതിനിടയ്ക്ക് ഗ്രാനുൾസ് കിടക്കും ഇല്ലേ, നമുക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് ട്രൂ ഫാറ്റ്സ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഓക്കെയാണ് പറഞ്ഞത്. ഇനി അതിനകത്തുള്ള ഫാറ്റി ആസിഡ് എന്താവും? സാച്ചുറേറ്റഡ് ആകാം, അൺസാച്ചുറേറ്റഡ് ആകാം. ചോദ്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, അവസാന ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ഉത്തരം പറയണം കേട്ടോ. ഇനി നോക്കാം, സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആർ റിലേറ്റീവ്ലി സ്റ്റേബിൾ. സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആണ് സാധാരണ സ്റ്റേബിൾ ആണ്. ഓൺ ദ അതർ ഹാൻഡ് ദ അൺസാച്ചുറേറ്റഡ് വൺസ് പ്ലേ ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ദ ഫിസിക്കോ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മിൽക്ക് ഫാറ്റ്. ഓക്കെ, എന്തൊക്കെയാണ് ഈ പറഞ്ഞ ഫിസിക്കോ കെമിക്കൽ പ്രോപ്പർട്ടീസ്? ഒത്തിരി പ്രോപ്പർട്ടീസ് ഉണ്ടല്ലേ. അപ്പോൾ ഇവിടെ പറയുന്നു എന്താണ്, സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത് സാധാരണ സ്റ്റേബിൾ ആണ്. അതേസമയം നമ്മുടെ ഈ പറഞ്ഞ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആണ് പ്രധാനമായിട്ടും മിൽക്ക് ഫാറ്റിന്റെ എന്ത് ഫിസിക്കോ കെമിക്കൽ പ്രോപ്പർട്ടീസ്, ഇലക്ട്രിക്കൽ കണ്ടക്ടൻസ് മൊത്തം, ഹീറ്റ് കണ്ടക്ഷൻ, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. എന്താണ് ഇതിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോഴത്തേക്കും അതെല്ലാം എന്താണ് നമ്മൾ ഈ പറഞ്ഞ അതിലെല്ലാം ഈ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ഒരു ഇമ്പോർട്ടന്റ് റോൾ വഹിക്കുന്നു എന്ന് പറയുന്നു. എന്നാൽ ഇവിടെ ചോദ്യം വെച്ച് എന്ത് ചെയ്യരുത്, അവിടെ നിങ്ങൾ കട്ട് ചെയ്യരുത്. എന്താണ് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ്
ഫിസിക്കോ കെമിക്കൽ പ്രോപ്പർട്ടീസ് നിർണ്ണയിക്കുന്നതിൽ ഒരു സ്ഥാനവും ഇല്ല എന്ന് നിങ്ങൾ ഇത് വെച്ച് മനസ്സിലാക്കരുത്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാം, അങ്ങനെ വ്യാഖ്യാനിച്ച് വെക്കരുത് കേട്ടോ. ഫിസിക്കോ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ ഒന്നിലധികം പ്രോപ്പർട്ടീസ് അല്ലേ, 10ഓളം പ്രോപ്പർട്ടീസ് വരുന്ന ഭാഗമാണ്. അത് നമുക്ക് പഠിക്കാനില്ല. ഓക്കെ, അത് നമുക്ക് പി ജി ആ ലെവലിലേക്ക് അവിടുന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടില്ല, അങ്ങോട്ട് പോകാൻ വേണ്ട. അപ്പോൾ അത് ഒരുപാട് പ്രോപ്പർട്ടീസ് വരുന്നതാണ്. ഇവിടെ നമ്മൾ അത് വെച്ചിട്ട് എന്താണ്, സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിന് മിൽക്ക് ഫാറ്റിന്റെ ഫിസിക്കോ കെമിക്കൽ പ്രോപ്പർട്ടീസ് നിർണ്ണയിക്കുന്നതിൽ ഒരു സ്ഥാനവും ഇല്ല എന്നുകൊണ്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കി വെക്കരുത്. മനസ്സിലായ? അല്ലെങ്കിൽ മിൽക്ക് ഫാറ്റിന്റെ ഫിസിക്കോ കെമിക്കൽ പ്രോപ്പർട്ടീസ് നിർണ്ണയിക്കുന്ന ആര് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യരുത്, അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്ന് എഴുതി വെക്കരുത്. രണ്ടിനും അതിൻ്റെ സ്ഥാനമുണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി ദർ ഈസ് എ ഡിഫറൻസ്. അതുകൊണ്ടാണ് നമ്മുടെ ഔട്ട്ലൈൻസ് ഓഫ് ഡയറി ടെക്നോളജി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നോക്കാം മിൽക്ക് പ്രോട്ടീൻസ്. മിൽക്ക് പ്രോട്ടീൻസ് നോക്കുമ്പോഴത്തേക്കും ആദ്യം പ്രോട്ടീനെ കുറിച്ച് മനസ്സിലാക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, പ്രോട്ടീൻസ് ആർ എമംഗ് ദ മോസ്റ്റ് കോംപ്ലക്സ് ഓഫ് ഓർഗാനിക് സബ്സ്റ്റൻസസ്. ഓർഗാനിക് സബ്സ്റ്റൻസുകളിൽ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ഘടനയുള്ള പദാർത്ഥങ്ങളാണ് എന്ത്, പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ജീവശരീരം ഉണ്ടായിരിക്കുന്നത് ഒരുപാട് ഓർഗാനിക് ആൻഡ് ഇനോർഗാനിക് മെറ്റീരിയൽസ് ആൻഡ് സബ്സ്റ്റൻസ് വെച്ചിട്ടാണ്. ഓർഗാനിക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം എന്താണ്, കാർബണിന് ഒരു 4 വാലൻസിയാണുള്ളത്. ഈ 4 വാലൻസി ഫില്ല് ചെയ്യുമ്പോഴത്തേക്കും അനന്തമായിട്ടുള്ള ചെയിൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള കാർബണിന്റെ ശേഷി മൂലമാണ് അതൊരു പ്രത്യേകമായിട്ടുള്ള ശാസ്ത്രശാഖ തന്നെയായിട്ട് മാറില്ല ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത്. പണ്ട് കാലത്ത് നമ്മുടെ പൂർവികരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ വിശ്വസിച്ചിരുന്നത് എന്താണ്, ഒരു ഓർഗാനിക് സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ജീവനുള്ള ഒരു ജീവിക്ക് മാത്രം അല്ലെങ്കിൽ ജീവനുള്ള ശരീരത്തിൽ മാത്രം ഉണ്ടാകുന്ന സാധനമാണ് ഈ ഓർഗാനിക് സബ്സ്റ്റൻസ് എന്ന് വിചാരിച്ചിരുന്നത്. പിന്നെ അത് കാലക്രമേണ മാറ്റപ്പെട്ടു. ലബോറട്ടറികളിൽ പല ഓർഗാനിക് സബ്സ്റ്റൻസുകളും കൃത്രിമമായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഓർഗാനിക് എന്ന് പറയുന്ന ജീവനെ കുറിച്ചെല്ലാം പറഞ്ഞത് ഓർഗാനിക് മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ അതിനുശേഷമാണ് ഈ വിചാരങ്ങളൊക്കെ മാറിയുന്നത്. അപ്പോൾ ഒരുപാട് ഉദാഹരണമുണ്ട്. നമ്മുടെ കാർബോഹൈഡ്രേറ്റുകൾ എല്ലാം ഓർഗാനിക് ആണ് അല്ലേ, അതുപോലെ ഈ പറഞ്ഞ പ്രോട്ടീൻസ് ഓർഗാനിക് സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചർ ഉള്ള ആർക്കാടാ, പ്രോട്ടീൻ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അങ്ങനെ നോക്കാം, പ്രോട്ടീൻസ് ആർ കമ്പോസ്ഡ് ഓഫ് എ ലാർജ് നമ്പർ ഓഫ് അമൈനോ ആസിഡ്സ്, സം എസെൻഷ്യൽ ആൻഡ് അതർ നോൺ എസെൻഷ്യൽസ് അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം പ്രോട്ടീൻ്റെ ഘടന അല്ലെങ്കിൽ പ്രോട്ടീൻ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഒരുപാട് അമൈനോ ആസിഡ്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ. അമൈനോ ആസിഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിന് ബിൽഡിംഗ് ബ്ലോക്സ് ആണ് അല്ലേ. പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. അപ്പോൾ ഇതിന് 2 തരമായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. സബ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, കണ്ടീഷണലി എസെൻഷ്യൽ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമുക്കിവിടെ അത് പഠിക്കേണ്ട. എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ. എസെൻഷ്യൽ എന്താണെന്ന് നമുക്കറിയാം. എന്താ എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താടാ, ഡയറ്ററി എസെൻഷ്യൽ അല്ലേ. നമ്മുടെ ശരീരത്തിന് അത് ആവശ്യമില്ല എന്നല്ല നോൺ എസെൻഷ്യൽ അർത്ഥം. നോൺ എസെൻഷ്യൽ അമൈനോ ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഒരു ആവശ്യമില്ല എന്നുള്ളതല്ല, ഡയറ്റിലൂടെ നമുക്ക് കഴിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. കാരണം എന്താ, നമ്മുടെ ശരീരത്തിന് സിന്തസൈസ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എസെൻഷ്യൽ അമൈനോ ആസിഡ്സും നോൺ എസെൻഷ്യൽ അമൈനോ ആസിഡ്സും അങ്ങനെയുള്ള ഒരുപാട് അമൈനോ ആസിഡ്സ് കൊണ്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്, പ്രോട്ടീൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ വളരെ കോംപ്ലക്സ് ആയൊരു സ്ട്രക്ചറാണ് പ്രോട്ടീൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നോക്കാം, ദ പ്രോട്ടീൻസ് ഓഫ് മിൽക്ക് കൺസിസ്റ്റ് മെയിൻലി ഓഫ് കെയ്സീൻ അല്ലേ. പ്രധാനമായിട്ട് കെയ്സീൻ ആണ്. നമ്മൾ ഇതിന് മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എത്ര, 80% എന്താണ്, കെയ്സീൻ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. പിന്നെ പറഞ്ഞ എന്താ, വേ പ്രോട്ടീൻ ആണ് അല്ലേ. വേ പ്രോട്ടീൻ അല്ലെങ്കിൽ സീറം പ്രോട്ടീൻ എന്ന് നമ്മൾ വിളിക്കും. എന്താണ്, ബീറ്റ ലാക്ടോഗ്ലോബുലിൻ, അതുപോലെ ആൽഫ ലാക്ടാൽബുമിൻ, ഇതെല്ലാം ഉണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്ന പ്രോട്ടീൻസ്. ഓക്കെ, ഇനി ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കാം, കെയ്സീൻ വേറെ എവിടെയെങ്കിലും കിട്ടൂടാ? കിട്ടില്ല, പാലിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ അല്ലേ. കെയ്സീൻ പാലിൽ നിന്ന് മാത്രമേ കിട്ടത്തുള്ളൂ. അതുപോലെ ലാക്ടോസ് എവിടെ നിന്ന് കിട്ടത്തുള്ളൂ, പാലിൽ നിന്ന് മാത്രമേ കിട്ടത്തുള്ളൂ അല്ലേ. അപ്പോൾ കെയ്സീൻ ഇസ് ഒബ്റ്റൈൻഡ് സോൾലി ഫ്രം ലാക്റ്റിയൽ സെക്രീഷൻസ്. അത് മറന്നു പോകരുത് കേട്ടോ, നമുക്ക് അറിയാവുന്ന കാര്യമാണ്, എന്നാലും പല കാര്യങ്ങളിൽ നിന്ന് ഓർമ്മിപ്പിക്കുന്നതാണ്. നോക്കാം, എന്താണ്, കെയ്സീൻ എക്സിസ്റ്റ് ഓൺലി ഇൻ മിൽക്ക് ആൻഡ് ഈസ് ഫൗണ്ട് ഇൻ ഫോം ഓഫ് എ കാൽഷ്യം കെയ്സിനേറ്റ് ഫോസ്ഫേറ്റ് കോംപ്ലക്സ്. മിൽക്കിൽ മാത്രമേ കെയ്സിൻ കാണാറുള്ളൂ. മാത്രമല്ല അത് എന്തിന്റെ രൂപത്തിലാണ് കാണുന്നത്, കാൽഷ്യം കെയ്സിനേറ്റ് ഫോസ്ഫേറ്റ് കോംപ്ലക്സ് ആയിട്ടാണ് എന്ത് കാണപ്പെടുന്നത്, കെയ്സിൻ കാണപ്പെടുന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി അത് എങ്ങനെ ഏത് സ്റ്റേറ്റിൽ കാണപ്പെടുന്നു പഠിച്ചിട്ടുണ്ടെന്നാണ്. ഇറ്റ് ഈസ് പ്രസന്റ് ആസ് എ കൊളോയിഡൽ സ്റ്റേറ്റ് ഇൻ മിൽക്ക്. മിൽക്കിൽ എങ്ങനെ ഒരു കൊളോയിഡൽ സ്റ്റേറ്റ് ആയിട്ട് കാണപ്പെടുന്നത്. കൊളോയിഡ് എന്ന് പറയുമ്പോഴത്തേക്കും അത് ഓർക്കാൻ വേണ്ടി അറിയാത്തവർക്കാണ് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. എന്താണ്, ഒരു ഗ്ലാസ് വെള്ളം എടുത്തതിന് ശേഷം നമ്മൾ അതിൽ 2 സ്പൂൺ മുട്ടയുടെ വെള്ളം ഒഴിച്ച ശേഷം ഒന്ന് കുലുക്കി നോക്കിയാൽ കൊളോയിഡ് കാണാൻ പറ്റും. അങ്ങനെ ഒന്ന് ജസ്റ്റ് മനസ്സിലായി, കുറച്ച് ഉപ്പ് ഇടണം. കൊളോയിഡിന്റെ ഒരു രൂപം കാണാൻ പറ്റും. അങ്ങനെ നോക്കാം, അങ്ങനെ ഒരു കൊളോയിഡൽ സ്റ്റേറ്റിലാണ് എന്ത് കാണപ്പെടുന്നത്, ഈ കെയ്സീൻ നമ്മുടെ മിൽക്കിൽ കാണപ്പെടുന്നത്. മാത്രമല്ല മിൽക്കിന്റെ വെള്ള നിറത്തിൽ സുപ്രധാനമായി പങ്കുവഹിക്കുന്ന ആളും കെയ്സീൻ ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ്, കെയ്സീൻ എക്സിസ്റ്റ് ഓൺലി ഇൻ മിൽക്ക് ആൻഡ് ഫൗണ്ട് ഇൻ ദ ഫോം ഓഫ് കാൽഷ്യം കെയ്സിനേറ്റ് ഫോസ്ഫേറ്റ് കോംപ്ലക്സ്. എന്താണ്, കാൽഷ്യം കെയ്സിനേറ്റ് ഫോസ്ഫേറ്റ് കോംപ്ലക്സ് ആയിട്ടാണ് എന്ത് കാണപ്പെടുന്നത്, കെയ്സീൻ കാണപ്പെടുന്നത്. ഓക്കെ, അത് എങ്ങനെ, കൊളോയിഡൽ സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്. അതുപോലെ ഇറ്റ് ഫോംസ് മോർ ദാൻ 80% ഓഫ് ദ ടോട്ടൽ പ്രോട്ടീൻ മിൽക്ക് അല്ലേ.
നമ്മുടെ മിൽക്കിലുള്ള ടോട്ടൽ പ്രോട്ടീൻ്റെ 80%, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, 80% എന്താണ് മക്കളെ? കേസീനാണ്. ഓക്കെ, ഇനി അത് എങ്ങനെയൊക്കെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാം പഠിച്ചു വെച്ചേക്കണം, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇറ്റ് ക്യാൻ ബി പ്രസിപ്പിറ്റേറ്റഡ് ബൈ ആസിഡ്. എങ്ങനെ? ഞാൻ ആസിഡ് പ്രസിപ്പിറ്റേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എന്താണ്? നിങ്ങൾ എല്ലാവരും ഒരു പക്ഷേ പനീർ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. തിളപ്പിച്ച പാലിൽ നമ്മൾ നാരങ്ങ പിഴിഞ്ഞ് വെച്ചാൽ ആസിഡ് എന്ത് ചെയ്യും? കേസീനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും, അല്ലേ? അങ്ങനെ ആസിഡ് വെച്ച് ചെയ്യാം. റെന്നറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ചീസ് പ്രോസസ്സിംഗ് അല്ലേ, ചീസ് മേക്കിങ്ങിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് റെന്നറ്റ് എന്ന് പറയുന്ന എൻസൈം ആഡ് ചെയ്യുക. റെന്നറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും കേസീനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന എൻസൈമാണ്, അല്ലേ? കേസീനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്ന എൻസൈമാണ്, നമുക്കറിയാം. അതുപോലെ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടല്ലേ, റെന്നറ്റ് ആക്ട് ചെയ്യുന്ന ഭാഗം എവിടെയാണ് ചോദിച്ചിട്ടുണ്ട്, അതൊക്കെ നമുക്ക് പറയാം. അത് നമുക്ക് ചീസ് മേക്കിംഗ് കൃത്യമായിട്ട് പഠിക്കാം കേട്ടോ. അതുപോലെ ആൽക്കഹോൾ ആഡ് ചെയ്താൽ കേസീൻ പിരിയും. പറഞ്ഞിട്ടില്ലേ? 10 അടിച്ചുകൊണ്ട് 10 മരുന്നടിച്ചുകൊണ്ട് നമുക്ക് പാല് കുടിച്ചാൽ പിരിയുമെന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കേട്ടിട്ടുണ്ടോ? അതാണ്, അങ്ങനെ പ്രസിപ്പിറ്റേഷൻ സാധ്യതയുണ്ട്. അതുപോലെ ഹീറ്റ്, ചൂടാക്കിയ സംഭവിക്കൂടാ, ചൂടാക്കിയാലും സംഭവിക്കും. നമ്മുടെ പാട ചൂടുന്നില്ലേ പാല്, അതാണ് കാരണം. അതുപോലെ എന്താണ്? കോൺസെൻട്രേഷൻ ഖോവയുടെ പ്രിപ്പറേഷനിൽ നമ്മൾ പഠിക്കും. ഖോവ എന്ന് പറയുന്ന സംഗതി നിങ്ങൾ ഫുഡ് ടെക്നോളജിക്കാരാണെങ്കിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമുക്ക് 1 ലിറ്റർ പാലോ ഒക്കെ എടുത്തിട്ട് പോട്ടെ, സപ്പോസ് എത്ര ആയിക്കോട്ടെ, ഒരു പാലെടുത്തതിന് ശേഷം നമ്മളിങ്ങനെ ചെറിയ ചൂടിൽ ഇങ്ങനെ ഇളക്കി ഇതിനെ ഇങ്ങനെ നമ്മൾ ഡീഹൈഡ്രേറ്റ് ചെയ്ത്, അല്ലെ, പാർഷ്യലി ഡീഹൈഡ്രേറ്റഡ് പ്രോഡക്റ്റ് ആണ് ഖോവ എന്ന് പറയുമ്പോഴത്തേക്കും. ഈ ഖോവ വേറെ ഒരുപാട് മിൽക്ക് സ്വീറ്റ്സ് പഠിക്കാനുണ്ട്. മിൽക്ക് സ്വീറ്റ്സിന്റെ ഉൽപാദനത്തിന് ബേസ് പ്രോഡക്റ്റ് ആയിട്ട് നിൽക്കുന്ന സാധനമാണ് ഖോവ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് എങ്ങനെയാണ്? പ്രധാനമായിട്ട് ഹീറ്റിന്റെയും കോൺസെൻട്രേഷന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? ഈ പറഞ്ഞ കേസീൻ എന്താകുന്നത്? കൊയാഗുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നോക്കുക, എന്തൊക്കെയാണ് മക്കളെ നോക്കേണ്ടത്? അസിഡിറ്റി വർദ്ധിച്ചാൽ നമുക്ക് എന്ത്? കേസീനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാം. അതുപോലെ ഹീറ്റ് വെച്ച് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാം, റെനറ്റ് വെച്ച് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാം, ആൽക്കഹോൾ വെച്ച് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാം. അതുപോലെ കോൺസെൻട്രേഷൻ കൂടിയാലും എന്ത്? കേസീൻ പ്രസിപ്പിറ്റേറ്റഡ് ആകും. ഓക്കെ, ഇത്രയും കാര്യം നമ്മൾ ഓർത്തിരിക്കുക. ഇനിയാണ് കുറച്ച് ഭാഗത്ത് നമുക്കൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത്. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. എന്തായാലും പഠിക്കേണ്ടത് എന്തെന്നും എങ്ങനെ അതിൻ്റെ ഉത്തരം എഴുതേണ്ടെന്നുള്ള കാര്യത്തിൽ വ്യക്തമായ റിസർച്ചിന് ശേഷമാണ് ഈ ക്ലാസ്. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് കേട്ടിരിക്കുക, സംശയം ഏതുമില്ലാതെ കേട്ടിരിക്കുക. കേസീൻ ഇറ്റ്സെൽഫ് ഈസ് കമ്പോസ്ഡ് ഓഫ് ആൽഫ S1, അതുപോലെ ആൽഫ S2, ബീറ്റ ആൻഡ് കാപ്പ ഫ്രാക്ഷൻസ്. പ്രധാനമായിട്ടും കേസീനിൽ ഉള്ള ഫ്രാക്ഷൻസ് ആണ് പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ആൽഫ S1 ആണ്, കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് കേസീനിൽ? എന്തൊക്കെയുണ്ട്? ആൽഫ S1 എന്ന് പറയുന്ന കേസീനുണ്ട്, ആൽഫ S2 എന്ന് പറയുന്ന കേസീനുണ്ട്, ബീറ്റ കേസീനുണ്ട്, ആൻഡ് കാപ്പ കേസീൻ. ഇങ്ങനെ 4 ഫ്രാക്ഷൻസ് ആണ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. പക്ഷേ നമ്മുടെ ഔട്ട്ലൈൻസ് ഓഫ് ഡയറി ടെക്നോളജി എന്നാണ് സാറ് ക്വസ്റ്റ്യൻ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ വന്നേക്കാം, ആൽഫ ബീറ്റ ആൻഡ് ഗാമ ഫ്രാക്ഷൻ എന്നാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ആൽഫ ബീറ്റ ആൻഡ് ഗാമ ഫ്രാക്ഷൻ. അപ്പോൾ ചോദിക്കും, ഗാമ എന്ന് പറയുന്ന ഫ്രാക്ഷൻ ഉണ്ടോ? ഫ്രാക്ഷൻ ഉണ്ട്. അതെങ്ങനെ വരുന്നു? ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഒബ്റ്റൈൻഡ് ബൈ ദ ബ്രേക്ക് ഡൗൺ പ്രൊഡക്ട്സ് ക്ലീവ്ഡ് ഫ്രം ബീറ്റ കേസീൻ ബൈ ദ മേജർ മിൽക്ക് പ്രോട്ടിയോലൈറ്റിക് എൻസൈം പ്ലാസ്മിൻ എന്ന് പറയുന്ന മിൽക്കിൽ കാണുന്ന പ്രോട്ടിയോലൈറ്റിക് എൻസൈം നമ്മുടെ ബീറ്റ കേസീനെ ക്ലീവ് ചെയ്തിട്ട് ഉണ്ടാകുന്ന ഒരു ഭാഗമാണ് എന്ത്? നമ്മുടെ ഈ ഗാമ കേസീൻ എന്ന് പറയുന്ന ഭാഗം. ഓക്കെ, അടുത്ത സ്ലൈഡിൽ കുറച്ചുകൂടെ കൺഫ്യൂഷൻ വരുന്നുണ്ടേ. ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഫ്രാക്ഷൻ ഈ 3 എണ്ണമാണ്. ഓപ്ഷൻ നോക്കി എഴുതണം നമ്മൾ. പക്ഷേ ഈ ഫ്രാക്ഷൻ വെച്ചിട്ട് അത്യാവശ്യം അഡ്വാൻസ്ഡ് ആയ ടീച്ചേഴ്സ് ആരും ക്വസ്റ്റ്യൻ ഇടാൻ സാധ്യതയില്ല. പക്ഷേ ടെക്സ്റ്റിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് മാത്രം അതെടുത്ത് വെച്ചതാണ്. പഠിക്കേണ്ടതാണ്. കേസീൻ itself is composed of 4 fractions, alpha S1, alpha S2, beta and kappa fractions. മറന്നുപോലെ കേട്ടോ. എന്താണ്? ആൽഫ S1, ആൽഫ S2, ബീറ്റ ആൻഡ് കാപ്പ ഫ്രാക്ഷൻസ്. അങ്ങനെ 4 ഫ്രാക്ഷൻസ് ആണ് ഉള്ളത്. ഇനി ഗാമ ഫ്രാക്ഷൻ എങ്ങനെ വന്നിരിക്കുന്നു വെച്ചാൽ പ്ലാസ്മിൻ എന്ന് പറയുന്ന പ്രോട്ടിയോലൈറ്റിക് എൻസൈം ബീറ്റ ഫ്രാക്ഷനിൽ ആക്ട് ചെയ്തതിന് ശേഷമാണ് എന്തുണ്ടാവുക? നമ്മുടെ ഈ പറഞ്ഞ ഗാമ കേസീൻ ഉണ്ടാവുക. അപ്പോൾ ഇത്രയും ഭാഗം ഞാൻ കളർ മാറ്റി ഇട്ടിട്ട് നോട്ടിലും ഞാൻ അണ്ടർലൈൻ ചെയ്ത് തന്നെ കൊടുത്തിരിക്കും. നോക്കൂ, സുകുമാരുടെ ഞാൻ താഴെ പുള്ളിയുടെ പേരും കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ള പുസ്തകങ്ങളിലൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ആൽഫ കേസീൻ ഈസ് ദ കമ്പോണന്റ് ഇൻ കേസീൻ മിസെല്ലെ ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ സ്റ്റെബിലൈസേഷൻ ഓഫ് ദ മിസെല്ലെ ഇൻ മിൽക്ക്. ഇത് ശരിക്കും പറഞ്ഞാൽ തെറ്റാണ്. കാരണം കേസീൻ മിസെല്ലയുടെ സ്റ്റെബിലൈസേഷന് കാരണമാകുന്നത്
കാപ്പ കേസീനാണ്. ഇനി ഈ ഒരു അസംഷനിലേക്ക് ഈ പുസ്തകം എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ താഴെ കൊടുത്തിരിക്കുന്ന ഭാഗമാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ. നോക്കാം. ലേറ്റർ സ്റ്റഡീസ് ഹാവ് ഓൾസോ റിവീൽഡ് ദാറ്റ് ആൽഫ കേസീൻ ഈസ് കമ്പോസ്ഡ് ഓഫ് അറ്റ്ലീസ്റ്റ് 2 സബ്ഫ്രാക്ഷൻസ് വിസ് ആൽഫ എസ് 1 ഉം 2 ഒന്നും പുള്ളി അന്ന് അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. എന്തായാലും ആൽഫ എസ് മാത്രമേ പുള്ളി കൊടുത്തുള്ളൂ. ആൽഫ എസ് ആൻഡ് കാപ്പ കേസീൻ, ഇത് രണ്ടും ആൽഫ കേസീൻ്റെ സബ്ഫ്രാക്ഷൻ ആണെന്ന് പരിഗണിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പുസ്തകത്തിൽ വന്നത്. ക്ലിയർ ആണ് ഞാൻ പറഞ്ഞത്? ക്ലിയർ ആണോ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ പറഞ്ഞിരിക്കുന്നു ആൽഫ കേസീൻ ഇസ് ദ കമ്പോണന്റ് ഇൻ കേസീൻ മിസല്ലേസ് ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ സ്റ്റെബിലൈസേഷൻ ഓഫ് ദ മിസല്ലേ ഇൻ മിൽക്ക്. അപ്പോൾ എന്താ മിസല്ലേ എന്ന് നമുക്ക് സംശയം തോന്നാം. മിസല്ലേ പറഞ്ഞുതരാം. അതായത് ഇത്രയേ ഉള്ളൂ. മിസല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു എന്താ പറയുക, ഒരു ഗ്ലോബ്യൂൾ ആണെന്ന് മനസ്സിലാക്കാം. ഒരു ഗ്ലോബ്യൂൾ. ഇതെല്ലാം ഓരോ എന്താണ് കേസീൻ പാർട്ടിക്കിൾസ് ആണ്. ഇതെല്ലാം കൂടെ കൂടി ചേർന്നിട്ടാണ് ഒരു മിസല്ല ഉണ്ടായിരിക്കുന്നത്. ഇത് ഏറ്റവും പുറമേ കാണപ്പെടുന്ന മിസല്ലയാണ് കാപ്പ കേസീൻ. കാപ്പ കേസീൻ ഏറ്റവും പുറമേ. അതിനൊരു ഹൈഡ്രോഫിലിക് എൻഡ് ഉണ്ടായിരിക്കും. ഇങ്ങനെ ഒരു എൻഡ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ മറ്റുള്ള കേസീൻ മിസല്ലയായിട്ട് കൂടിച്ചേരുന്നതിൽ നിന്നും തടയുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന ആരാണ്? കാപ്പ കേസീനാണ്. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ്? കാപ്പ കേസീൻ. നിങ്ങൾക്ക് ഓരോ കേസിൻ്റെ സ്ട്രക്ചറും ഒന്നും പഠിക്കാനില്ല. അതിൻ്റെ ബൈപ്പോളാരിറ്റിയോ അല്ലെങ്കിൽ അതിൻ്റെ പൊളാരിറ്റിയോ ഒന്നും പഠിക്കാനില്ല. അതൊക്കെ നമ്മൾ വെറുതെ പഠിച്ച് കൊളാക്കണ്ട. എന്തായാലും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുക. ഇതാണ് കേസീൻ മിസല്ല എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഈ കേസീൻ മിസല്ലയുടെ സ്റ്റെബിലൈസേഷന് കാരണം ആരാ? കാപ്പ കേസീനാണ്. അപ്പോൾ ഇവിടെ കാപ്പ കേസീൻ എന്ന് പറയുന്ന ആൽഫ കേസീൻ്റെ സബ് യൂണിറ്റ് ആണ് അല്ലെങ്കിൽ സബ്ഫ്രാക്ഷൻ ആണെന്ന് കൺസിഡർ ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രസ്താവന പുസ്തകത്തിൽ വന്നത്. ഓക്കെയാണ്. ഇത്രയും കാര്യം നമ്മൾ മനസ്സിൽ ഇങ്ങനെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ നിൽക്കട്ടെ. എന്തായാലും ഒന്ന് നോക്കാം. ആൽഫ കേസീൻ ഇസ് ദ കമ്പോണന്റ് ഇൻ കേസീൻ മിസല്ലേ ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ സ്റ്റെബിലൈസേഷൻ ഓഫ് ദ മിസല്ലേ ഇൻ മിൽക്ക് ആൻഡ് ലേറ്റസ്റ്റ് സ്റ്റഡീസ് ഹാവ് ആൾസോ റിവീൽഡ് ദാറ്റ് ആൽഫ കേസീൻ ഇസ് കമ്പോസ്ഡ് ഓഫ് അറ്റ്ലീസ്റ്റ് 2 സബ്ഫ്രാക്ഷൻസ് വിസ് ഏതൊക്കെയാണ്? ആൽഫ എസ് ആൻഡ് കേസീൻ അപ്പോൾ ആൽഫ എസിന് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നു കേസീൻ പ്രസിപ്പിറ്റബിൾ ബൈ കാൽഷ്യം അയോൺ അണ്ടർ സർട്ടൻ കണ്ടീഷൻസ് എന്ന് പറയുന്നു. പക്ഷേ നമുക്ക് ബാക്കിയുള്ള എല്ലാ കേസീൻ ഫ്രാക്ഷൻസും നമുക്ക് കാൽഷ്യം അയോൺ വെച്ച് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ പറ്റും. ഒരെണ്ണത്തിന് മാത്രം കാപ്പ കേസീൻ ആൾസോ കാൾഡ് കാൽഷ്യം ഇൻസെൻസിറ്റീവ് കേസീൻ എന്നറിയപ്പെടുന്നു. ഇത് ചോദ്യമാണ് കേട്ടോ. ഇത് ചോദ്യമാണ്, നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഇത് ചോദ്യമാണ്. കാപ്പ കേസീൻ ഇസ് ആൾസോ കാൾഡ് കാൽഷ്യം ഇൻസെൻസിറ്റീവ് കേസീൻ അല്ലെങ്കിൽ നോൺ പ്രസിപ്പിറ്റബിൾ കേസീൻ അല്ലെങ്കിൽ കാൽഷ്യം അയോൺ വെച്ച് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ കഴിയാത്ത കേസീൻ എന്നറിയപ്പെടുന്നു. മാത്രമല്ല കാപ്പ കേസിന് പിന്നെയും പ്രത്യേകതയുണ്ട്. കാപ്പ കേസിനെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും അതൊരു ഗ്ലൈക്കോ പ്രോട്ടീൻ കൂടിയാണ് കേട്ടോ. അതായത് അതിനകത്ത് ഗ്ലൂക്കോസ് തന്മാത്ര അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് തന്മാത്രകൾ വളരെ ഇഴുകി ചേർന്നിട്ടുള്ള ഒരു കേസീനാണ് കാപ്പ കേസീൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ വളരെയധികം പ്രത്യേകത ഉള്ള ഒരു കേസിനാണ് കാപ്പ കേസീൻ. അതാണ് ഈ പറഞ്ഞ പ്രോട്ടീൻ മിസല്ലേസിന്റെ എല്ലാം ഒരു സ്റ്റെബിലൈസേഷൻ, മിൽക്കിൽ അതിനെ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തുന്നതിന് കാരണം ആരാണ്? കാപ്പ കേസീനാണ് കേട്ടോ. ഓക്കെ. അതുപോലെ കാപ്പ കേസീൻ സ്റ്റെബിലൈസസ് അതർ കേസീൻസ്. കണ്ടോ, ഇവിടെ താഴെ അദ്ദേഹം തന്നെ എഴുതി വെച്ചിരിക്കുന്നു കാപ്പ കേസീൻ സ്റ്റെബിലൈസസ് അതർ കേസീൻസ്. ശരിയാണ്. ഓക്കെ. ഒന്നുകൂടെ നോക്കാം. കാപ്പ കേസീൻ ഇസ് ദ റിച്ചസ്റ്റ് റെപ്പോസിറ്ററി ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ആസ് അഗെയിൻസ്റ്റ് അതർ കേസീൻ ഫ്രാക്ഷൻസ്. മറ്റൊരു കേസീൻ ഫ്രാക്ഷൻ ഇല്ലാത്ത തരത്തിൽ കാർബോഹൈഡ്രേറ്റിന്റെ റെപ്പോസിറ്ററി ആയിട്ട് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിന് സമാനമായിട്ട് പ്രവർത്തിക്കാൻ പോലും എന്തിനു പറ്റും? നമ്മുടെ ഈ പറഞ്ഞ കാപ്പ കേസീന് പറ്റും. അതിന്റെ കാരണം എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് എന്തുണ്ട്? അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് യൂണിറ്റുകളുണ്ട് അല്ലെങ്കിൽ ഒരു ഗ്ലൈക്കോ പ്രോട്ടീൻ ആണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഗ്ലൈക്കോ പ്രോട്ടീൻ. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ കാപ്പ കേസീൻ വളരെ ഡിഫറൻ്റ് ആണല്ലേ. ഞാൻ പറഞ്ഞു ഒരു ഗ്ലൈക്കോ പ്രോട്ടീൻ ആണ്. പ്രധാനമായിട്ടും 2 തരത്തിലുള്ള നമ്മുടെ കാർബോഹൈഡ്രേറ്റ് മോളിക്യൂൾസ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഗ്യാലക്ടോസ് ഉണ്ട് അല്ലെങ്കിൽ അതുപോലെ സിയാലിക് ആസിഡ് എന്ന് പറയുന്ന സാധനമുണ്ട് കേട്ടോ. സിയാലിക് ആസിഡ്. അപ്പോൾ അതിന്റെ ശരിക്കുള്ള പേര് എൻ അസറ്റൈൽ ന്യൂറാമിനിക് ആസിഡ് എന്നാണ്. സിയാലിക് ആസിഡിന്റെ ശരിക്കുള്ള പേര് എൻ അസറ്റൈൽ ന്യൂറാമിനിക് ആസിഡ് എന്നാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള മോളിക്യൂൾസ് എന്തിൽ വരുന്നുണ്ട്? കാപ്പ കേസിൽ വരുന്നുണ്ട്. ഇത് ഈ കാപ്പ കേസിന്റെ സോളിബിലിറ്റിയെ സഹായിക്കുന്നുണ്ട്, സ്റ്റെബിലിറ്റിയെ സഹായിക്കുന്നുണ്ട്, അങ്ങനെയുള്ള സംഗതികളെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് അതുകൊണ്ടാണ് കാപ്പ കേസീൻ ഇസ് ദ റിച്ചസ്റ്റ് റെപ്പോസിറ്ററി ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ആസ് അഗെയിൻസ്റ്റ് അതർ കേസീൻ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. മറ്റുള്ള കേസീൻ ഫ്രാക്ഷൻസിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട റിച്ചസ്റ്റ് റെപ്പോസിറ്ററി എന്ന് അറിയപ്പെടുന്ന ഏതാണ് മക്കളെ?
ഏതാണ്? കാപ്പ കേസീൻ ആണ് കേട്ടോ. കാപ്പ കേസീൻ, കാപ്പ കേസീൻ, കാപ്പ 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 ഗുണ്ടയാണെന്ന് മനസ്സിലാക്കാം. കാപ്പയാണ് ഏറ്റവും പുറത്തിരിക്കുന്നത്. കാപ്പ നിയമം എന്ന് പറയുമ്പോഴത്തേക്കും ഗുണ്ടകൾ ആമർശ നിയമമല്ലേടാ. കാപ്പയാണ് ഏറ്റവും പുറമേ ഇരുന്ന് ഈ പറഞ്ഞ മിസല്ലേസിനെ സംരക്ഷിക്കുന്നത്. വേറെ ആരെങ്കിലും അടുത്ത് പോടാൻ വേണ്ടി ചവിട്ടി തളയാൻ വേണ്ടി അവർക്ക് എന്തുണ്ട്? അവർക്ക് വാലൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ കാപ്പ കേസീൻ ഇനി മറന്നുപോലെ കേട്ടോ. പറഞ്ഞതുപോലെ ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യമാണ് ഈ ഭാഗത്ത് നിന്ന്. എന്താണ്? കേസീൻ മിസല്ലേസിന്റെ സ്റ്റെബിലിറ്റിക്ക് അടിസ്ഥാനമാരാണ്? കാപ്പ കേസീനാണ്. അവയ്ക്ക് ചവിട്ടിക്കളയാൻ എന്നിട്ട് വാലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, കാപ്പ ഗുണ്ടയാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണ് പറഞ്ഞേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ല. അതുപോലെ ഇറ്റ് ഈസ് ആൾസോ ദ സൈറ്റ് ഫോർ റെനിൻ ആക്ഷൻ. എന്തുകൊണ്ടാണ് റെനിൻ ആക്ഷന്റെ സൈറ്റ് എന്നറിയപ്പെടുന്നേ? എടാ, കേസീനെ എന്ത് ചെയ്യണം? പ്രസിപ്പിറ്റേറ്റ് ചെയ്യണ്ടേ? അങ്ങനെയാണെങ്കിൽ ഗുണ്ടേനെ തട്ടണം അല്ലേ? തട്ടണം. അപ്പൊ അതുകൊണ്ട് തന്നെ റെനിനും ആക്ട് ചെയ്യുന്ന എവിടെയാണ്? ഈ പറഞ്ഞ കാപ്പ കേസീനിലാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണ്. അതുപോലെ ബീറ്റ ലാക്ടോഗ്ലോബുലിൻസ് ആൻഡ് ആൽഫ ലാക്ടാബുമിൻ ആർ ഓൾസോ നോൺ ആസ് വേ ഓർ സീറം പ്രോട്ടീൻസ്. നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ച കാര്യമാണ്. എന്താണ്? ആൽഫ ലാക്ടാൽബുമിനും അതുപോലെ ബീറ്റ ലാക്ടോഗ്ലോബുലിൻസും സീറം പ്രോട്ടീൻസ് അല്ലെങ്കിൽ വേ പ്രോട്ടീൻ എന്നറിയപ്പെടുന്നു. അത് എത്ര? 20% ആണുള്ളത് അല്ലെ? 20% തികച്ചില്ലടാ, 20% ആണുള്ളത് കേട്ടോ. ദേ ആർ ആൾസോ പ്രസന്റ് ഇൻ കൊളോയിഡൽ സ്റ്റേറ്റ് ആൻഡ് ഈസ് ഈസിലി കൊയാഗുലേറ്റഡ് ബൈ ഹീറ്റ്. അവയും എങ്ങനെ ഏത് രൂപത്തിലാണ്? കൊളോയിഡൽ സ്റ്റേറ്റിൽ തന്നെയാണ് കാണപ്പെടുന്നത് കേട്ടോ. അതും നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഈസിലി ഹീറ്റ് വെച്ച് നമുക്ക് കൊയാഗുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെയാണോ? ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ പിള്ളേരെ? അപ്പോൾ മിൽക്ക് പ്രോട്ടീൻസിന്റെ കാര്യത്തിൽ നമുക്ക് ഇവിടെ തൊട്ടേ പ്രശ്നമുണ്ടല്ലേ? ഇവിടെ തൊട്ടുന്നുണ്ട് ടെക്സ്റ്റിൽ എന്ത് പറയുന്നു? ആൽഫ, ബീറ്റ ആൻഡ് ഗാമ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നു. അവിടെ പ്രശ്നമുണ്ട്. പക്ഷേ ഗാമ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ബീറ്റ കേസിന്റെ ക്ലീവേജ് പ്രോഡക്റ്റ് ആണ്. പ്ലാസ്മിൻ എന്ന് പറയുന്ന പ്രോട്ടിയോലൈറ്റിക് എൻസൈം വെച്ചിട്ട് ക്ലീവേജ് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ആണ് എന്ത്? നമ്മുടെ ഗാമ കേസീൻ എന്ന് പറഞ്ഞാൽ. പിന്നെ എടുത്ത് പറഞ്ഞിരിക്കുന്നു ആൽഫ കേസീൻ ഈസ് ദ കമ്പോണന്റ് ഇൻ കേസീൻ മിസലെ ദാറ്റ് ഈസ് റെസ്പോൺസ് ഫോർ ദ സ്റ്റെബിലൈസേഷൻ ഓഫ് ദ മിസലെ ഇൻ മിൽക്ക് എന്ന് പറഞ്ഞിരിക്കുന്നു. അത് എന്തുകൊണ്ടാണ് അസംഷനിൽ അതേ എത്തിയത്? കാപ്പ കേസീനും ആൽഫ എസ് കേസീൻ എന്ന് പറയുന്ന രണ്ട് സബ് യൂണിറ്റുകൾ, സബ് ഫ്രാക്ഷൻസ് ചേർന്നിട്ടാണ് ഈ ആൽഫ കേസീൻ ഉണ്ടായിരുന്നത്. പിന്നീടുള്ള സ്റ്റഡികൾ തെളിയിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കാപ്പ കേസിനെ കുറിച്ച് നമുക്കറിയാം. കാപ്പ കേസീൻ എന്ന് പറയുമ്പോൾ മറ്റുള്ള ഫ്രാക്ഷനെ അപേക്ഷിച്ച് റിച്ചസ്റ്റ് കാർബോഹൈഡ്രേറ്റ് റെപ്പോസിറ്ററി എന്ന് പറയാൻ കാരണം അതൊരു ഗ്ലൈക്കോ പ്രോട്ടീനാണ്. അതിൽ ഗാലക്ടോസും അതേപോലെ സിയാലിക് ചെയിൻ എല്ലാം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അത് ഈ പറഞ്ഞ കാപ്പ ഫ്രാക്ഷന്റെ സോളിബിലിറ്റിക്കും സ്റ്റെബിലിറ്റിക്കും കാരണമാകുന്നു. മാത്രമല്ല ഈ പ്രോട്ടീൻ മിസലയെ സംരക്ഷിച്ച് നിർത്തുന്ന ആരാണ്? കാപ്പ കേസിനാണ്, ഗുണ്ടയാണ്. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക. ഇനി നോക്കാം. ഇറ്റ് ഈസ് ദ സൈറ്റ് ഫോർ റെനിൻ ആക്ഷൻ. റെനിന്റെ ആക്ഷനുള്ള സൈറ്റും ഏതാണ്? കാപ്പ കേസീനാണ്. അതുപോലെ ബീറ്റ ലാക്ടോഗ്ലോബുലിൻസും അതേപോലെ ആൽഫ ലാക്ടാൽബുമിനും എന്താണ്? സീറം പ്രോട്ടീൻ ആണെന്നും അത് കൊളോയിഡൽ സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നതെന്നും അത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചൂട് കൊണ്ട് കൊയാഗുലേറ്റ് ചെയ്യാമെന്നുള്ള കാര്യം നമുക്കറിയാം. ഇനി നോക്കാം മിൽക്ക് ഷുഗർ ഓർ ലാക്ടോസ്. ലാക്ടോസ് എക്സിസ്റ്റ് ഓൺലി ഇൻ മിൽക്ക് ആൻഡ് പ്രസന്റ് ആസ് എ ട്രൂ സൊല്യൂഷൻ ഇൻ ദ മിൽക്ക് സീറം. മിൽക്ക് സീറത്തില് ട്രൂ സൊല്യൂഷൻ ആയിട്ടാണ് എന്ത് കാണപ്പെടുന്നത്? ലാക്ടോസ് കാണപ്പെടുന്നത് അല്ലേ? അപ്പോൾ ഫാറ്റ് എങ്ങനെയാണ് കാണപ്പെടുന്നത്? ഇമൽഷൻ ആയിട്ട്, ഓയിൽ ഇൻ വാട്ടർ എമൽഷൻ ആയിട്ട്. അതുപോലെ നമ്മുടെ പ്രോട്ടീൻസ് എല്ലാം കൊളോയിഡൽ സ്റ്റേറ്റിൽ കാണപ്പെടുന്നു. അതുപോലെ ലാക്ടോസ് എങ്ങനെ കാണപ്പെടുന്നു? ട്രൂ സൊല്യൂഷൻ ആയിട്ട് കാണപ്പെടുന്നു അല്ലേ? മിൽക്ക് സീറത്തില് ട്രൂ സൊല്യൂഷൻ ആയിട്ട് കാണപ്പെടുന്നു. എന്താണ്? ട്രൂ സൊല്യൂഷൻ ആയിട്ട് കാണപ്പെടുന്നു. ഓക്കെ, അപ്പോൾ മിൽക്കിന്റെ വെള്ളം അടങ്ങുന്ന പാർട്ട് നമ്മൾ സീറോ എന്ന് വിളിക്കാം. ഓക്കെ ആണോ? എന്താ നമ്മളെ ബ്ലഡ് സീറോ എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലഡ് സീറോ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ബ്ലഡ് എടുത്ത് വെച്ചിട്ട് അനങ്ങാതെ വെച്ചിട്ട് അത് ക്ലോട്ട് ചെയ്തിട്ട് ബാക്കി ഉണ്ടായി വരുന്ന ജലം അടങ്ങുന്ന ഭാഗമാണ് ബ്ലഡ് സീറം. പ്ലാസ്മ വ്യത്യാസമാണ് കേട്ടോ. പ്ലാസ്മ പറഞ്ഞുതരാം. പ്ലാസ്മ എന്ന് പറയുമ്പോഴത്തെ അതിനകത്ത് ആൻറ്റി കൊയാഗുലൻ ഫാക്ടർ ആഡ് ചെയ്തതിനു ശേഷം നമ്മൾ അതിനെ സെൻട്രിഫ്യൂഗ് ചെയ്തിട്ട് അതിനകത്തുള്ള സെൽസിനെ മാറ്റിയെടുക്കുന്ന ജലാംശം. അപ്പോൾ അതിനകത്ത് എന്തുണ്ടായിരിക്കും? കൊയാഗുലേഷൻ സഹായിക്കുന്ന ഫാക്ടറെല്ലാം അതിനകത്തുണ്ടായിരിക്കും. അത്ര വ്യത്യാസമുള്ളത്. രണ്ടും ജലാംശമാണ് ബ്ലഡിൻ്റെ. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ സീറം എന്താണ്? സീറം എന്ന് പറയുന്നത് ഒറ്റ കാര്യം, വേ നമുക്ക് സീറമായിട്ട് എടുക്കാം, സീറമായിട്ട് കൺസിഡർ ചെയ്യാം. വേ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പാലെടുത്തിട്ട് തിളപ്പിച്ചിട്ട് അതിനകത്ത് നാരങ്ങ പൊഴിഞ്ഞൊഴിച്ചിട്ട് മൊത്തം നമ്മൾ പ്രസിപ്പിറ്റേറ്റ് ചെയ്തിട്ട് വെള്ള കളറുള്ള അതിൻ്റെ ഇത് കട്ട മാറ്റി അടിയിലെടുക്കുന്ന ഒരു മഞ്ഞ കലർന്ന പച്ച കളറിലുള്ള വെള്ളമാണ് വേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് ആക്ച്വലി സീറം ഒന്ന് വിളിക്കാൻ പറ്റാം, മിൽക്ക് സീറം ഒന്ന് വിളിക്കാൻ പറ്റാം. ഓക്കെ, അപ്പോൾ ഈ മിൽക്ക് സീറത്തിൽ ട്രൂ സൊല്യൂഷൻ ആയിട്ടാണ് എന്ത് കാണപ്പെടുക? ലാക്ടോസ് കാണപ്പെടുക. ഓക്കെയാണ് പറഞ്ഞത്? ഓക്കെയാണ്. മിൽക്ക് സീറത്തിൽ ട്രൂ സൊല്യൂഷൻ ആയിട്ട് ലാക്ടോസ് കാണപ്പെടുക. അതുപോലെ ഇറ്റ് ഈസ് 1/6 ആസ് സ്വീറ്റ് ആസ് സൂക്രോസ്. നമ്മളെ പഞ്ചസാര, നമ്മുടെ കരിമ്പിൽ നിന്നുണ്ടാകുന്ന പഞ്ചസാരയിൽ എടുത്തു കൊടുക്കുമ്പോഴത്തേക്കും 1 ഗ്രാം കരിമ്പ് പഞ്ചസാര എടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പാലിലിടുന്നു. അത്ര ഇട്ടാൽ നമുക്ക്, അല്ലെങ്കിൽ അത്രയും ലാക്ടോസ് ഇട്ടാൽ അതിൻ്റെ തുല്യമായിട്ടുള്ള മധുരം നമുക്ക് കിട്ടത്തില്ല. അതിൻ്റെ 6 ടൈംസ്
ലാക്ടോസ് ഇട്ടാലേ നമുക്ക് 1 ഗ്രാം പഞ്ചസാര ഇടുന്ന മധുരം കിട്ടത്തുള്ളൂ അല്ലേ. 1/6 സ്വീറ്റ് ആസ് ദാറ്റ് ഓഫ് സൂക്രോസ്. അത്ര മധുരം ഇല്ലാത്ത പഞ്ചസാരയാണ് ലാക്ടോസ് എന്ന് പറയുന്നത്. നമ്മുടെ സൂക്രോസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 1/6 മധുരം മാത്രമേ ഉള്ളൂ. ഇനി നോക്കാം, ദ ഡിഫക്റ്റ് സാൻഡിനെസ് ഇൻ കണ്ടൻസ്ഡ് മിൽക്ക് ആൻഡ് ഐസ്ക്രീം ഈസ് ഡ്യൂ ടു ലാക്ടോസ് അണ്ടർ സർട്ടൻ കണ്ടീഷൻസ് അല്ലേ. നമുക്ക് സാൻഡിനെസ് എന്ന് പറയുമ്പോഴത്തേക്കും മണൽത്തരി പോലെയുള്ളൊരു ഫീല് കിട്ടും. ചിലപ്പോൾ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്കിലും കിട്ടും, അതുപോലെ ഐസ്ക്രീമിലും കിട്ടാം. ഐസ്ക്രീമിൽ ചിലപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ക്രിസ്റ്റലൈസേഷൻ മൂലം ഒരു മണൽത്തരി ഫീൽ ഉണ്ടാവും, അതല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് പക്കാ സാൻഡിനെസ് എന്ന് പറയും. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ക്രിസ്റ്റലൈസേഷൻ കൊണ്ടാണ് സംഭവിക്കുന്നത് അല്ലേ. എന്തിൻ്റെ ഈ പറഞ്ഞ നമ്മുടെ എന്താണ് ലാക്ടോസിൻ്റെ ക്രിസ്റ്റലൈസേഷൻ കൊണ്ടാണ് ഈ പറഞ്ഞ സാൻഡിനെസ് സംഭവിക്കുന്നത്. ഓക്കെ, അത് എപ്പോഴും ഇല്ല, ചില കണ്ടീഷൻസിലാണ് ഈ സംഭവം സംഭവിക്കാറുള്ളത്. ഓക്കെയാണ് പറഞ്ഞത്. സാൻഡിനെസിന് കാരണം ആരാണ് ലാക്ടോസ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി നോക്കാം, കെമിക്കലി ലാക്ടോസ് കമ്പോസ്ഡ് ഓഫ് 1 molecule ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ്. നേരത്തെ പഠിച്ചാണ് അല്ലേ. എന്താണ് 1 molecule ഗ്ലൂക്കോസും 1 molecule ഗാലക്ടോസും ചേർന്ന് എന്തുണ്ടായിരിക്കുന്നേ നമ്മൾ ഈ പറഞ്ഞ ലാക്ടോസ് ഉണ്ടായിരിക്കുന്നേ. നോക്കടാ, ഗ്ലൂക്കോസ് കൊണ്ട് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞല്ലേ, ഗ്ലൂക്കോസ് കൊണ്ട് പ്ലസ് ലാക്ടോസും ഉണ്ടല്ലേ, ലാക്ടോസും ഉണ്ട്. ഇനി മറന്നു പോലല്ലോ, ഗ്ലൂക്കോസും ഗാലക്ടോസും മറന്നു പോരുത്. ഗ്ലൂക്കോസും ഉണ്ട്, ലാക്ടോസും ഉണ്ട്. അപ്പോൾ അതിനാണ് ചേർന്ന് ലാക്ടോസ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഇത് നോക്കാം. നമ്മൾ നേരത്തെ കഴിഞ്ഞ നമ്മുടെ ന്യൂട്രീറ്റീവ് വാല്യൂ പഠിച്ചപ്പോഴത്തേക്ക് നമ്മുടെ എന്താണ് ഒരു അസിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്തതിന് കാരണമെന്ന് പറഞ്ഞില്ലേ, അതിനൊന്നും പറയുന്നു. എന്താണ്, ഇറ്റ് ഈസ് ഫെർമെന്റഡ് ബൈ ബാക്ടീരിയ ടു yield lactic acid and other organic acids and is important both in the production of cultured milk, അതുപോലെ പ്രൊഡക്ട്സ് ആൻഡ് ദ സ്പോയിലേജ് ഓഫ് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ് ബൈ സോറിങ്. അപ്പോൾ നമുക്ക് ഇത് ബാക്ടീരിയൽ ആക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ലാക്ടോസ് എന്തായിട്ട് മാറും, ലാക്റ്റിക് ആസിഡും ചില ഓർഗാനിക് സബ്സ്റ്റൻസ് ഒക്കെ ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. അത് കൾച്ചേർഡ് മിൽക്ക് പ്രൊഡക്ഷനിൽ വളരെയധികം സഹായിക്കുന്നുണ്ട്. മാത്രമല്ല ബാക്ടീരിയൽ സ്പോയിലേജിലും ഇതാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ അല്ലേടാ. ലാക്ടോസ് ഇൻടോളറൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് അല്ലേ. ഓക്കെയാണ്. ഇനി നമുക്ക് മിനറൽ മാറ്റർ നോക്കാം. ഇത്രയും ആകുമ്പോഴത്തെ നമ്മുടെ മേജർ കോൺസ്റ്റൻസ് കഴിയും. മൈനർ കുറച്ചധികം പഠിക്കാനുണ്ട് കേട്ടോ, മൈനറിനെ കുറിച്ചും പഠിക്കാനുണ്ട്, അതൊരു ക്ലാസ്സിനുള്ള വരും. അപ്പോൾ മിനറൽ മാറ്റർ എന്താണ്, ആഷ് കണ്ടന്റ് ആണല്ലേ, ആഷ് കണ്ടന്റ് ആണ്. നോക്കാം. ദ മിനറൽ മാറ്റർ ഓർ സാൾട്സ് ഓഫ് മിൽക്ക് ആൾദോ പ്രസന്റ് ഇൻ സ്മാൾ ക്വാണ്ടിറ്റീസ് എക്സർട്ട് കൺസിഡറബിൾ ഇൻഫ്ലുവൻസ് ഇൻ ദ ഫിസിക്കോ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് ന്യൂട്രീറ്റീവ് വാല്യൂ ഓഫ് മിൽക്ക്. കുറച്ചാണെങ്കിൽ കൂടിയും വളരെ വലിയൊരു സ്ഥാനം വഹിക്കുന്ന ഭാഗമാണ് ഈ പറഞ്ഞ മിനറൽ കണ്ടന്റ് എന്ന് പറയുന്നത്. ദ മേജർ സാൾട്ട് കോൺസ്റ്റിറ്റ്യൂവൻസ് ദാറ്റ് ഈസ് ദോസ് പ്രസന്റ് ഇൻ അപ്രീഷ്യബിൾ ക്വാണ്ടിറ്റീസ് ഇൻക്ലൂഡ് പൊട്ടാസ്യം, സോഡിയം, മഗ്നീഷ്യം, കാൽഷ്യം, ഫോസ്ഫേറ്റ്, സിട്രേറ്റ്, ക്ലോറൈഡ്, സൾഫേറ്റ് ആൻഡ് ബൈകാർബണേറ്റ്സ്. നമുക്ക് സാൾട്ട് കോൺസ്റ്റൻസ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. എന്താണ് സാൾട്ട് കോൺസ്റ്റൻസ്, എന്തൊക്കെയാണ് വരുന്നത്? എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. എന്താണ് പൊട്ടാസ്യം സാൾട്ടുകളുണ്ട്, സോഡിയം സാൾട്ട് ഉണ്ട്, മഗ്നീഷ്യം സാൾട്ട്, കാൽഷ്യം സാൾട്ട്, ഫോസ്ഫേറ്റ്, സിട്രേറ്റ് ആസിഡിക് സാധനങ്ങളാണ്. അതുപോലെ ക്ലോറൈഡ്, സൾഫേറ്റ് ആൻഡ് ബൈകാർബണേറ്റ് ബേസിക് ആണ്. ദ ട്രേസ് എലമെന്റ്സ് ഇൻക്ലൂഡ് ആൾ അതർ മിനറൽസ് ആൻഡ് സാൾട്ട് കോമ്പൗണ്ട്സ്. ഓക്കെ ബാക്കിയുള്ള മറ്റേ എല്ലാ മിനറൽസും സാൾട്ട് കോമ്പൗണ്ട്സും ട്രേസ് എലമെന്റ്സ് വന്നിരിക്കുന്നത്. ദ മിനറൽ സാൾട്ട്സ് ഓഫ് മിൽക്ക് ആർ യൂഷ്വലി ഡിറ്റർമിൻഡ് ആഫ്റ്റർ ആഷിംഗ്. അതിനെ ആഷിങ്ങിന് വിധേയമാക്കിയതിനു ശേഷമാണ് മിൽക്കിലുള്ള മിനറൽ സാൾട്ട് കണ്ടന്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടെത്തുന്നത്. ഓക്കെ, കത്തിച്ച് കളഞ്ഞതിന് ശേഷം എത്ര ആഷ് വരുന്നു നോക്കുന്നു, എന്തോരം വരുന്നു, ചാരം വരുന്നു നോക്കുന്നു. അതിനെ നമുക്ക് മിനറലിനെ കത്തിക്കാൻ പറ്റില്ല, ഓർഗാനിക്കിനെ നമുക്ക് കത്തിച്ച് കളയാൻ പറ്റും. ഓക്സിജനും കാർബണും ഹൈഡ്രജനും കൂടി ചേർന്ന ഓർഗാനിക് മാറ്ററിനെ നമ്മൾ കരിച്ചിട്ട് ബാക്കി കിട്ടുന്ന എന്താണ്, ആഷ് അല്ലേ. ആഷ് ആണ് മിനറൽസ് അല്ലേ, മിനറൽസ്. ഓക്കെ ആണ്. അപ്പോൾ ഓൾദോ മിൽക്ക് ഈസ് ആസിഡിക്, ആഷ് ഈസ് ഡിസ്റ്റിങ്ക്ട്ലി ബേസിക്. ഇത് നമ്മൾ പഠിച്ചു വെച്ചേക്കണം. മിൽക്ക് പൊതുവേ അസിഡിക് ആണ് ആൻഡ് ആംഫോട്ടറിക് ടു ലിറ്റ്മസ് ആണ്. നമുക്കറിയാം ഫ്രഷ് മിൽക്ക് ഈസ് ആൾവേസ് ആംഫോട്ടറിക് ടു ലിറ്റ്മസ് ആണ് അല്ലേ. അതേപോലെ മിൽക്ക് ബേസിക്കലി ചെറിയ ആസിഡിക് ആയിട്ടുള്ളൊരു ഒരു ശീലം മിൽക്കിനുണ്ട്. എന്നാൽ അത് ലിറ്റ്മസിൽ ആംഫോട്ടറിക് റിയാക്ഷൻ കാണിക്കും. അതേപോലെ ആഷ് കൃത്യമായിട്ട് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ളൊരു സ്വഭാവമാണ് കാണിക്കുക കേട്ടോ. എന്താണ് മിൽക്കിലുള്ള ആഷ് കണ്ടന്റ് അല്ലേ, എന്തിലാണ് ഒരു ബേസിക് സ്വഭാവമാണ് കാണിക്കുക. അതുപോലെ പാർട്ട് ഓഫ് ദ മിനറൽ സാൾട്ട്സ് ഒക്കർ ഇൻ ട്രൂ സൊല്യൂഷൻ വൈൽ എ പാർട്ട് ഓഫ് ദർ ഇൻ കൊളോയിഡൽ സ്റ്റേറ്റ്. കുറേ മിനറൽ സാൾട്ട്സ് എല്ലാം ഒരു സൊല്യൂഷനായിട്ട് കാണപ്പെടും, ബാക്കിയുള്ള സാധനമെല്ലാം ഒരു കൊളോയിഡൽ സ്റ്റേറ്റിലും കാണപ്പെടും. ഇത്രയേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങളൊന്നും പഠിക്കാനില്ല. നമുക്ക് ചെറിയ ക്വസ്റ്റ്യൻസ് അങ്ങനെ വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാത്ത കാര്യമാണ്. ഓക്കെയാണ് പറഞ്ഞേ.
ഓക്കെ, ഒന്നുകൂടെ നോക്കാം. ദ മിനറൽ മാറ്റർ ഓഫ് ദ സാൾട്ട് ഓഫ് മിൽക്ക് ഓൾദോ പ്രസന്റ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ് എക്സേർട്ട് കൺസിഡറബിൾ ഇൻഫ്ലുവൻസ് അല്ലേ. ഫിസിക്കോ കെമിക്കൽ പ്രോപ്പർട്ടീസിലും ന്യൂട്രീറ്റീവ് വാല്യൂയിലെല്ലാം വലിയ ഒരു ഇൻഫ്ലുവൻസ് കൊടുക്കുന്ന സാധനമാണ്. ദ മേജർ സാൾട്ട് കോൺസ്റ്റൻസ് ഏതൊക്കെയാണ് വരുന്നത്? പൊട്ടാസ്യം, സോഡിയം, മാഗ്നീഷ്യം, കാൽഷ്യം, ഫോസ്ഫേറ്റ്, സിട്രേറ്റ്, ക്ലോറൈഡ്, സൾഫൈഡ് ഇതെല്ലാം വരുന്നുണ്ട്. ഓക്കെ അല്ലേടാ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഓൾദോ മിൽക്ക് ഈസ് ആസിഡിക്, ആഷ് ഈസ് ഡിസ്റ്റിങ്ക്ട്ലി ബേസിക്. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ഇനി നമുക്ക് MCQs നോക്കാം. റെഡിയല്ലേ എല്ലാവരും? മിൽക്ക് ഫാറ്റ് ഈസ് പ്രസന്റ് ഇൻ മിൽക്ക് ആസ് എന്തായിട്ടാണ് കാണപ്പെടുന്നത്? എന്താണ്? ഓയിൽ ഇൻ വാട്ടർ എമൽഷൻ നമുക്കറിയാം. പരീക്ഷ ഹാളിൽ പോയിരിക്കുമ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഓയിൽ ഇൻ വാട്ടർ ആണോ വാട്ടർ ഇൻ ഓയിലാണോ ചിലപ്പോൾ ഇങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാകരുത്. ഓയിൽ ഇൻ വാട്ടർ എമൽഷൻ. അതുപോലെ നോക്കാം, ഡാഷ് പ്രിവെന്റ്സ് ദ ഫാറ്റ് ഗ്ലോബ്യൂൾസ് ഫ്രം കൊയാലസിങ്. ഏതാണ് ഫാറ്റ് ഗ്ലോബ്യൂൾ മെമ്പറൈൻ ആണ് എന്ത് ഫാറ്റ് ഗ്ലോബ്യൂൾസിനെ കൊയാലസിംഗ് നിന്ന് പ്രിവെന്റ് ചെയ്യുന്നത്. ഓക്കെ, ബി ആണ് ഉത്തരം. അതുപോലെ ദ തിക്കസ്റ്റ് ക്രീം ലെയർ ഈസ് സെക്യൂർഡ് ഫ്രം, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. മിൽക്ക് വിച്ച് ഹാവ് എ ഹയർ ഫാറ്റ് കണ്ടന്റ് ആൻഡ് റിലേറ്റീവ്ലി സ്മാൾ ഫാറ്റ് ഗ്ലോബ്യൂൾസ്. എന്താ? മിൽക്ക് വിച്ച് ഹാവ് എ ഹയർ ഫാറ്റ് കണ്ടന്റ് ആൻഡ് റിലേറ്റീവ്ലി ലാർജ് ഫാറ്റ് ഗ്ലോബ്യൂൾസ് അല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്ഷൻ വായിക്കാൻ നിന്നാൽ നമുക്ക് കൺഫ്യൂഷൻ അടിക്കാൻ സാധ്യതയുണ്ട് മക്കളെ. കൺഫ്യൂഷൻ അടിക്കാൻ ഉത്തരം പറഞ്ഞാൽ കേട്ടോ, ബി ആണ് ഉത്തരം. അതുപോലെ അസേഷൻ നോക്കാം, ശ്രദ്ധിച്ചു വായിക്കുക. ബഫലോസ് മിൽക്ക് ഈസ് വെൻ കമ്പയർഡ് വിത്ത് കൗസ് മിൽക്ക് ഈൽഡ്സ് തിക്കർ ക്രീം ലെയർ. ശരിയായ പ്രസ്താവനയാണ്, ശരിയായ അനുമാനമാണ്. അസേഷൻ. റീസൺ നോക്കാം, ബഫലോ മിൽക്ക് ഹാസ് ഹയർ ഫാറ്റ് കണ്ടന്റ് ആൻഡ് റിലേറ്റീവ്ലി സ്മാളർ ഫാറ്റ് ഗ്ലോബ്യൂൾസ്. ഹയർ ഫാറ്റ് കണ്ടന്റ് എന്ന് കണ്ടിട്ട് അവിടെ വെച്ച് നിർത്തരുത്. ദാ താഴെ എഴുതിയിരിക്കുന്നു റിലേറ്റീവ്ലി സ്മാളർ ഫാറ്റ് ഗ്ലോബ്യൂൾസ്. തെറ്റാണ് അല്ലേ. കുറച്ചും കൂടെ റിലേറ്റീവ്ലി ലാർജസ്റ്റ് ഫാറ്റ് ഗ്ലോബ്യൂൾ. അപ്പോൾ എന്താണ്? അസേഷൻ ഈസ് കറക്റ്റ് ആൻഡ് റീസൺ ഈസ് റോങ് അല്ലേ. ഓൺലി അസേഷൻ ഈസ് കറക്റ്റ് ആൻഡ് റീസൺ ഈസ് റോങ് എന്നുള്ള സി ആണ് അതിന്റെ ഉത്തരമായിട്ട് വരിക അല്ലേ. മറന്നില്ലല്ലോ, കുഴപ്പമില്ല. അത് നോക്കാം, അസേഷൻ നോക്കാം. മിൽക്ക് ഫാറ്റ് ഹാസ് നോ ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ്. ശരിയായ അസേഷൻ ആണ്. മിൽക്ക് ഫാറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് ട്രൂ ഫാറ്റ്സ്. അതും ശരിയാണ്. അപ്പോൾ അസേഷന്റെ ശരിക്കുള്ള കാരണമാണോ റീസൺ? അതെ, അതൊരു മിക്സ്ചർ ആയതുകൊണ്ടാണ് എന്താ നോ ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയാൻ കഴിഞ്ഞത്. അപ്പോൾ അസേഷനും റീസണും ശരിയാണെന്ന് അറിഞ്ഞാൽ മാത്രം പോരാ, ഈ പറഞ്ഞ റീസൺ അസേഷന്റെ കാരണമാണോ എന്ന് കൂടി നമ്മൾ അറിയണം. ഓക്കെ അല്ലേടാ. രണ്ടും പ്രസ്താവന ചോദ്യത്തിൽ ശരിയാണോ തെറ്റാണെന്ന് മാത്രം മാർക്ക് ചെയ്താൽ മതി. നമ്മൾ താഴെ തന്നിട്ട് ചോദ്യം എന്താണ്? ബോത്ത് അസേഷൻ റീസൺ ആർ കറക്റ്റ് ആൻഡ് റീസൺ ഈസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേഷൻ എന്നും പറഞ്ഞിട്ടുണ്ട്. ബോത്ത് അസേഷൻ റീസൺ ആർ കറക്റ്റ് എന്നും ആൻഡ് റീസൺ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേഷൻ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഏതിലാ ഉത്തരം? ആദ്യത്തേതാണ്. കാരണം എന്താ? അസേഷന്റെ ശരിക്കുള്ള റീസൺ തന്നെയാണ് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ. ഇനി നോക്കാം, ദ പ്രോട്ടീൻസ് ഓഫ് മിൽക്ക് കൺസിസ്റ്റ് മെയിൻലി ഓഫ് എന്ന് പറയുന്നത് കേസീൻ, ബീറ്റ ലാക്ടോഗ്ലോബിനും ആൽഫ ലാക്ടാലുമിനും എല്ലാം പറഞ്ഞിട്ടുണ്ട്. ആൾ ഓഫ് ദ എബോ എല്ലാം മിൽക്ക് പ്രോട്ടീൻ ആണ് അല്ലേ. അപ്പോൾ ആൾ ഓഫ് ദ എബോ ഇല്ല, ഇവിടെ വേറെ ഏതെങ്കിലും ഫ്രാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ കേസീൻ എഴുതാം. നമുക്ക് വേറെ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ ആൾ ഓഫ് ദ എബോ എഴുതിയിട്ട് നമ്മൾ ആൾ ഓഫ് ദ വേൾഡ് പോയത്. ഇനി നോക്കാം, കേസീൻ ഈസ് എ പ്രോട്ടീൻ ദാറ്റ് ഫൗണ്ട് എക്സ്ക്ലൂസീവ്ലി ഇൻ എന്താണ്? മിൽക്ക്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആൻഡ് സിമ്പിൾ ആൻസർ. ഇൻ മിൽക്ക് കേസീൻ ഈസ് പ്രസന്റ് ഇൻ ദ ഫോം ഓഫ് എന്താണ്? കാൽഷ്യം കേസിനേറ്റ് ഫോസ്ഫേറ്റ് കോംപ്ലക്സ് അല്ലേ. കാൽഷ്യം കേസിനേറ്റ് ഫോസ്ഫേറ്റ് കോംപ്ലക്സ് ആയിട്ടാണ് എന്ത് കാണപ്പെടുന്നത്? കേസിൻ കാണപ്പെടുന്നത്. അതുപോലെ ദ സ്റ്റേറ്റ് ഇൻ വിച്ച് കേസിൻ എക്സിസ്റ്റ് ഇൻ മിൽക്ക് ആസ് കൊളോയിഡൽ സ്റ്റേറ്റ്, റൈറ്റ് അല്ലേ. കൊളോയിഡൽ. അതുപോലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ യു കോസ് കേസിൻ ടു പ്രസിപ്പിറ്റേറ്റ് ഔട്ട് ഓഫ് മിൽക്ക്? റെനറ്റ് ചെയ്യും. ഹൈ pH ലെവൽസ്. അയ്യോ, ലോ pH ആണെങ്കിൽ അസിഡിക് ആവും, അവിടെ പ്രസിപ്പിറ്റേഷൻ സംഭവിക്കും. റിഡക്ഷൻ ഓഫ് ടെമ്പറേച്ചർ ടു ഫ്രീസിംഗ് പോയിന്റ് ചെയ്യുവാടാ? ഇല്ല. തണുപ്പിച്ചത് കൊണ്ട്, ഫ്രീസ് ചെയ്തുകൊണ്ട് എന്താവത്തില്ല? നമ്മുടെ ഈ സാധനം പ്രസിപ്പിറ്റേറ്റ് ആവത്തില്ല. ഡൈലൂഷൻ വിത്ത് വാട്ടർ പറ്റത്തില്ല. അപ്പോൾ എന്താണ്? ബോത്ത് എ ബി അങ്ങനെ ഓപ്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഡയറക്റ്റ് ഉത്തരത്തിലേക്ക് പോകാം. റെനറ്റ് ആണ് ഉത്തരം അല്ലേ. റെനറ്റ്. അതുപോലെ കേസിൻ മേ ബി പ്രസിപ്പിറ്റേറ്റ് ബൈ ഓൾ ഓഫ് ദ ഫോളോയിങ് എക്സെപ്റ്റ്. ആസിഡ് വെച്ച് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാം, റെനറ്റ് വെച്ച് ചെയ്യാം, ആൽക്കഹോൾ വെച്ച് ചെയ്യാം, ഹൈ പ്രഷർ വെച്ച് ചെയ്യാൻ പറ്റില്ല. ഓക്കെ ആണ് പറഞ്ഞത്. ഓക്കെ, ഇത് നോക്കാം. ഗാമ കേസീൻസ് ആർ ദ ബ്രേക്ക് ഡൗൺ പ്രൊഡക്റ്റ് ക്ലീവ്ഡ് ഫ്രം ബീറ്റ കേസിൻ ദ മേജർ മിൽക്ക് പ്രോട്ടിയോളിറ്റിക് എൻസൈം അല്ലേ. ഏത് എൻസൈം ആണ് മക്കളെ? പ്ലാസ്മിൻ എന്ന് പറയുന്ന എൻസൈമിന്റെ സഹായത്തോടെയാണ് എന്ത് ഗാമ കേസീൻ ഉണ്ടായി വരുന്നത്. ഇനി നോക്കാം, അടുത്ത ആശയം ശ്രദ്ധിക്കണം. കാപ്പ കേസീൻ ഇസ് ദ റിച്ചസ്റ്റ് റിപ്പോസിറ്ററി ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. പ്രസ്താവന അസേഷൻ ശരിയാണ്. റീസൺ നോക്കാം, കാപ്പ കേസീൻ ഹാസ് കാർബോഹൈഡ്രേറ്റ് ഗ്രൂപ്പ്സ് അറ്റാച്ച്ഡ് ടു ദ പ്രോട്ടീൻ മോളിക്യൂൾ. ശ്രദ്ധിക്കാം, കാപ്പ കേസിൻ ഹാസ് കാർബോഹൈഡ്രേറ്റ് ഗ്രൂപ്പ്സ് അറ്റാച്ച്ഡ് ടു ദ പ്രോട്ടീൻ മോളിക്യൂൾസ്. ശരിയാണ് അല്ലേ. ദ കാർബോഹൈഡ്രേറ്റ് കമ്പോണന്റ് ഓഫ് കാപ്പ കേസിൻ ഈസ് മോസ്റ്റ്ലി ഗാലക്ടോസ് ആൻഡ് എൻ അൺസറ്റൈൽ ന്യൂറാമിനിക് ആസിഡ്. ഓക്കെ, അത് ശരിയായിട്ടുള്ള റീസൺ തന്നെയാണ്. അപ്പോൾ അസേഷനും റീസണും കറക്റ്റ് ആണ്. മാത്രമല്ല
എന്താണ് ആ അസേഷന്റെ കൃത്യമായിട്ടുള്ള അനുമാനം തന്നെ തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ബോത്ത് അസേഷൻ റീസൺ കറക്റ്റ് ആൻഡ് റീസൺ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേഷൻ ആണ് ഉത്തരം. ഓക്കെ, അതുപോലെ വിച്ച് ഫാക്ടർ ഓഫ് കേസിൻ ഈസ് ഓൾസോ കാൾഡ് കാൽഷ്യം ഇൻസെൻസിറ്റീവ് കേസിൻ? ഏതാണ് കാപ്പ കേസിൻ ആണ് നമ്മൾ കാൽഷ്യം ഇൻസെൻസിറ്റീവ് കേസിൻ എന്ന് പറയപ്പെടുന്നത്. അതുപോലെ ഡാഷ് ഈസ് ദ റിച്ചസ്റ്റ് റിപ്പോസിറ്ററി ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ആസ് അഗെയിൻസ്റ്റ് അതർ കേസിൻ ഫ്രാക്ഷൻസ്? ഏതാണ് കാപ്പ കേസിൻ? കണ്ണും പൂട്ടി ഉത്തരം എഴുതാം അല്ലേ. അതുപോലെ വൈൽ റെനറ്റിംഗ് റെനിൻ ആക്ട്സ് ഓൺ കാപ്പ കേസിൻ, വളരെ സിമ്പിൾ. അതുപോലെ വേ പ്രോട്ടീൻസ് ആർ പ്രസന്റ് ഇൻ മിൽക്ക് ആസ് കൊളോയിഡൽ സൊല്യൂഷൻസ് ആയിട്ടാണ് കാണപ്പെടുന്നത് അല്ലേ, സംശയമില്ല നമുക്ക്. അതുപോലെ സീറം പ്രോട്ടീൻസ് കൺസിസ്റ്റ് ഓഫ് ഏതൊക്കെയാണ്? ബീറ്റ ലാക്ടോ ഗ്ലോബുലിനുണ്ട്, ആൽഫ ലാക്ട് ആൽബുമിനുണ്ട്, ബോത്ത് ബി ആൻഡ് എ ആൻഡ് ബി ആണ് ഉത്തരം സി. ഓക്കെ, അതുപോലെ വിച്ച് കേസിൻ ഫ്രാക്ഷൻ ഈസ് നോൺ ആസ് സ്റ്റെബിലൈസിംഗ് അതർ കേസിൻ മോളിക്യൂൾസ് ഇൻ മിൽക്ക്? ഏതാണ് സ്റ്റെബിലൈസിംഗ്? ബീറ്റ ആണോ? അല്ല, കാപ്പ കേസിൻ ആണ് അല്ലേ. ഓക്കെ, അതുപോലെ എമൻ കേസിൻ പ്രോട്ടീൻസ് വിച്ച് ആർ ദ ഹയസ്റ്റ് കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ്? ഏറ്റവും കൂടുതൽ കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ് ഉള്ളത് ഏതിനാണെന്ന് ചോദിച്ചാൽ ഏതിനാണ് മക്കളെ? കാപ്പ കേസിൻ ആണ് അല്ലേ. ഓക്കെ, വെരി ഗുഡ്. അതുപോലെ വാട്ട് ഈസ് ദ സ്പെസിഫിക് സൈറ്റ് ഓഫ് ആക്ഷൻ ഫോർ ദ എൻസൈം റെനിൻ ഇൻ മിൽക്ക്? ഏതാണ്? കാപ്പ കേസിൻ ആണ് അല്ലേ. റൈറ്റ്. അതുപോലെ വിച്ച് പ്രോട്ടീൻസ് ആർ നോൺ ആസ് വേ ഓർ സീറം പ്രോട്ടീൻസ്? ഉത്തരം നോക്കാം. ഏതാണ്? ബീറ്റ ലാക്ടോ ഗ്ലോബുലിൻസ് ആൻഡ് ആൽഫ ലാക്ടാബുലിൻസ് ആണ് ഉത്തരം അല്ലേ. ഓക്കെ, വെരി ഗുഡ്. അതുപോലെ ഹൗ ഡു വേ പ്രോട്ടീൻസ് റിയാക്ട് ടു ഹീറ്റ്? അല്ലെ, വേ പ്രോട്ടീൻസ് എങ്ങനെയാണ് ഹീറ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്? എന്ത് ചെയ്യും? കൊയാഗുലേറ്റ് ചെയ്യും അല്ലേ. വെരി ഗുഡ്. എയർ ഈസിലി കൊയാഗുലേറ്റ് ബൈ ഹീറ്റ്. അതുപോലെ വേർ ഈസ് ലാക്ടോസ് എക്സ്ക്ലൂസീവ്ലി ഫൗണ്ട്? ഡയറി പ്രൊഡക്ട്സ് അല്ലേ. യെസ്, എക്സ്ക്ലൂസീവ്ലി ഇൻ മിൽക്ക്. അതുപോലെ കമ്പയർഡ് ടു സൂക്രോസ് ഹൗ സ്വീറ്റ് ഈസ് ലാക്ടോസ് 1/6 അല്ലേ. എത്രയാണ്? സൂക്രോസ് കമ്പയർ ചെയ്യുമ്പോൾ 6/1 മധുരം മാത്രമേ ലാക്ടോസിനുള്ളൂ. അതുപോലെ വാട്ട് ഈസ് സാൻഡിനെസ് ഇൻ കണ്ടൻസ്ഡ് മിൽക്ക് ആൻഡ് ഐസ്ക്രീം അസോസിയേറ്റഡ് വിത്ത് അല്ലെ, അതായത് ഐസ്ക്രീമിലും കണ്ടൻസ്ഡ് മിൽക്കിലും കാണപ്പെടുന്ന സാൻഡിനെസ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ബി, ക്രിസ്റ്റലൈസേഷൻ ഓഫ് ലാക്ടോസ് ആണ് ഉത്തരമായിട്ട് വരുന്നത് അല്ലേ. ഓക്കെ, വെരി ഗുഡ്. അതുപോലെ വാട്ട് 2 മോണോസാക്രൈഡ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ലാക്ടോസ്? ഗ്ലൂക്കോസ് ആൻഡ് ലാക്ടോസ് അല്ലേ. സി ആണ് ഉത്തരം. കണ്ണും പൂട്ടി എഴുതാം. അല്ലെ, വാട്ട് ഈസ് ദ റിസൾട്ട് ഓഫ് ദ ബാക്ടീരിയൽ ഫെർമെന്റേഷൻ ഓഫ് ലാക്ടോസ്? എന്താണ്? ലാക്ടിക് ആസിഡ് ആൻഡ് സം അതർ ഓർഗാനിക് ആസിഡ്സ്. ലാക്ടിക് ആസിഡ് ഓർഗാനിക് ആസിഡ് ആണ്. ഓക്കെ, അതുപോലെ ഇൻ വിച്ച് ഫോം ഈസ് ലാക്ടോസ് പ്രസന്റ് ഇൻ മിൽക്ക്? എങ്ങനെ? ലാക്ടോസ് ട്രൂ സൊല്യൂഷൻ ആയിട്ട് മിൽക്ക് സീറത്തിലെ ട്രൂ സൊല്യൂഷൻ ആയിട്ടാണ് കാണപ്പെടുന്നത്. അതുപോലെ വൈ ഈസ് ലാക്ടോസ് ഇമ്പോർട്ടന്റ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് കൾച്ചേർഡ് മിൽക്ക് പ്രൊഡക്ട്സ്? എന്താണ്? ഇറ്റ് ഈസ് ഫെർമെന്റഡ് ബൈ ബാക്ടീരിയ ടു yield acids that coagulate milk proteins. ഓക്കെ, കൾച്ചേർഡ് മിൽക്ക് പ്രോട്ടീൻ ആകുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കണം? പ്രോട്ടീനെ കൊയാഗുലേറ്റ് ചെയ്യണം. പ്രോട്ടീനെ കൊയാഗുലേറ്റ് എന്ത് ചെയ്യണം? ആസിഡിറ്റി വേണം. ആസിഡിറ്റി വേണമെങ്കിൽ എന്ത് ചെയ്യണം? ബാക്ടീരിയ നമ്മുടെ ലാക്ടോസിനെ എന്ത് ചെയ്യും? ഫെർമെന്റ് ചെയ്യും അല്ലേ. ഓക്കെ, അതുപോലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കൺസിഡർഡ് എ മേജർ സാൾട്ട് കോൺസ്റ്റന്റ് ഓഫ് മിൽക്ക്? മേജർ സാൾട്ട് കോൺസ്റ്റന്റ് അല്ലാത്തത് അയൺ ആണ് ഉത്തരം അല്ലേ. അയൺ കമ്പാരിറ്റീവ്ലി ഡെഫിഷ്യൻ്റ് ആണെന്ന് പഠിച്ചിട്ടുണ്ടല്ലേ. അയണും കോപ്പറും ഡെഫിഷ്യൻ്റ് ആണ് പഠിച്ചിട്ടുണ്ട്. ഇല്ല എന്നല്ല, ഡെഫിഷ്യൻ്റ് ആണ്. അതുപോലെ വാട്ട് ആർ ട്രേസ് എലമെന്റ്സ് ഇൻ മിൽക്ക്? നോക്കാം. എലമെന്റ്സ് ദാറ്റ് ഫോം ദ മേജർ പാർട്ട് ഓഫ് മിൽക്സ് വോളിയം? അല്ല. ന്യൂട്രിയൻസ് ദാറ്റ് അല്ല. മിനറൽസ് ആൻഡ് സാൾട്ട് കോമ്പൗണ്ട്സ് പ്രസന്റ് ഇൻ സ്മാൾ ക്വാണ്ടിറ്റീസ് ആണ് ട്രേസ് എലമെന്റ്സ് ഇൻ മിൽക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സി ആണ് ഉത്തരം. അതുപോലെ വിച്ച് ഷുഗർ കോസസ് സാഡ്നെസ്? ഏതാണ്? ലാക്ടോസ്. അത് നമുക്കറിയാം. അതുപോലെ ആഷ് ഫൗണ്ട് ഇൻ മിൽക്ക് ഈസ് ബേസിക്, സിമ്പിൾ ആണ്. ആഷ് ബേസിക് ആണ് എവിടെ ആയാലും. അതുപോലെ ഒരു പ്രസ്താവന ചോദ്യം നോക്കടാ. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് ഫ്രം ബിലോ. മിൽക്ക് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ വാട്ടർ ഇൻ ഓയിൽ എമൽഷൻ. മിൽക്ക് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ വാട്ടർ ഇൻ ഓയിൽ എമൽഷൻ. വാട്ടർ ഇൻ ഓയിൽ എമൽഷൻ ശരിയാണോ തെറ്റാണ്? മിൽക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഫാറ്റ് ഇൻ ഓയിൽ വാട്ടർ എമൽഷൻ ആണല്ലേ. ഓക്കെ, ദ ഫാറ്റ് ഗ്ലോബിൾ മെമ്പറിൻ ഇസ് കമ്പോസ്ഡ് ഓഫ് മിയർലി പ്രോട്ടീൻസ്. തെറ്റായ പ്രസ്താവനയാണ്. പ്രോട്ടീൻ മാത്രമല്ല. അജിറ്റേഷൻ ഹൈ ടെമ്പറേച്ചർ മേ ബ്രേക്ക് ദ എമൽഷൻ ഓഫ് ഫാറ്റ് ഗ്ലോബ്യൂൾസ്. തെറ്റായ പ്രസ്താവനയാണ്. കറക്റ്റ് ചോദിക്കുന്നത് നോ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഡി ആണ് ഉത്തരം അല്ലേ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് മക്കളെ നമ്മളെ ചോദ്യങ്ങൾ വരിക. ഇനി ഇതിൽ കൂടുതൽ പ്രസ്താവന ചോദ്യങ്ങൾ നിങ്ങളുടെ വീക്കിലി പരീക്ഷയിലും ഡെയിലി പരീക്ഷയിലും ഉണ്ടായിരിക്കും. അതും കൂടെ എഴുതി നിങ്ങൾ റെഡിയായി വരുമ്പോഴത്തേക്കും അടിപൊളിയായിരിക്കും. ഈ ഭാഗത്ത് നിന്ന് ഒരു സംശയം ഉണ്ടാകത്തില്ല. ഓക്കെ, അപ്പോൾ എനിക്ക് നിങ്ങൾ ഇത്ര മാത്രം ചെയ്തു തന്നാൽ മതി, റിസൾട്ട് മേടിച്ച് തരണം. ഈ പറയുന്ന ക്ലാസ്സുകൾ 1 or 2 തവണ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ പഠനത്തിൻ്റെ ഒരു മുക്കാ പ്രവർത്തനം കഴിഞ്ഞു. പിന്നെ നിങ്ങൾ നോട്ട് എഴുതാൻ കഴിയുന്ന ആൾക്കാരാണ്, സമയമുള്ള ആൾക്കാണ്, ഉറപ്പായി നോട്ട് എഴുതാൻ വേണ്ടി ശ്രമിച്ചാൽ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പഠനത്തിന് നല്ലൊരു പ്രവർത്തനം അവിടെ കഴിയും. കാരണം നിങ്ങളുടെ ഹാൻഡ് റൈറ്റഡ് നോട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഏത് റാങ്ക് ഫയലിനെ ആശ്രയിക്കുന്നേക്കാൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന സാധനമാണ്. ഇനിയുള്ള ടിപ്സ് എല്ലാം വരുന്ന ക്ലാസ്സുകളിൽ പറഞ്ഞുതരാം. അപ്പോൾ അവസാന നിമിഷം വരെ ക്ലാസ് കാണുക. അതുപോലെ പരീക്ഷ കൃത്യമായിട്ട് എഴുതുക. വീക്കിലി പരീക്ഷ അടിപൊളിയായിട്ട് എഴുതുക, മത്സരിക്കണം കേട്ടോ. ആദ്യത്തെ വീക്കിലി പരീക്ഷയിൽ ഞാൻ റിവ്യൂ ഒന്നും പറഞ്ഞിട്ടില്ല, കാരണം കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അടുത്ത വീക്കിലി പരീക്ഷ നമ്മൾ തകർക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇപ്പോഴേ വിജയാശംസകൾ നേരുകയാണ്. താങ്ക് യു ആൾ.